ആയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് സത്സംഗമാകുന്നത്. ഈ വിഷയം അറിയാവുന്ന ആൾ സംസാരിക്കുകയും ഏത് വിഷയമായിക്കോട്ടെ സംസാരിക്കുകയും അതിനെ അധികരിച്ച് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുമ്പോഴാണ് സത്സംഗമാകുന്നത്. സത്സംഗത്ത് നിസ്സംഗത്വം എന്ന് പറഞ്ഞതിൽ യഥാർത്ഥത്തിൽ ആ നിസ്സംഗത്വം ഉണ്ടാകണമെങ്കിൽ കേൾക്കുന്നവർക്ക് കൂടി അവരുടെ അഭിപ്രായം പറയുകയും സംശയങ്ങൾ നീക്കുകയും ചെയ്യണം. എല്ലാവരും നമ്മളാരും ശങ്കരാചാര്യരൊന്നുമല്ല, നമ്മളാരും സർവജ്ഞാനികളൊന്നുമല്ല. നമ്മൾ എന്നെക്കാൾ അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ, എന്നെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന പലരും ഇവിടെ എന്ന് മാത്രമല്ല, എന്നെക്കാൾ എന്തെങ്കിലും ഒരു കാര്യം പ്രത്യേകം അറിയാവുന്ന ആരെങ്കിലും ഒരാളുണ്ടാവും. എല്ലാവരിലും മറ്റുള്ളവർക്കില്ലാത്തതായ ഒരു ഗുണം എല്ലാവരിലും ഉണ്ട്. ഒരു കുഞ്ഞിൽ വരെ ഉണ്ട്. നമ്മൾ വിചാരിക്കുക നമ്മൾ ഞാനിപ്പം സന്യാസിയാണ്, 41 വർഷമായി, അതുകൊണ്ട് ഞാൻ വലിയ മഹാപണ്ഡിതനായും എന്നൊക്കെ ഞാൻ സ്വയം അഹങ്കരിക്കാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ എനിക്കൊന്നും അറിയില്ല. അതുകൊണ്ടാണല്ലോ പണ്ട് ഒരു കവി ഓർക്കുന്നില്ല പറഞ്ഞത്, ഈ ലോകം എങ്ങനെ ചുറ്റുന്നു എന്നറിയില്ല, അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തറിയും. എവിടെയോ ഒരിടത്തിരുന്നു കൊണ്ട് ഞാൻ എനിക്കിതെല്ലാം അറിയാം എന്ന് വിചാരിച്ച് പ്രസംഗിക്കുന്നവർക്ക് എന്തറിയാം ഈ ലോകത്തെപ്പറ്റി? അവർക്കാർക്കും ഒന്നും അറിയില്ല. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒരഭിപ്രായം ഞാൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴും അതിപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുക. ദക്ഷിണേശ്വരത്ത് ശ്രീരാമകൃഷ്ണദേവന് ശിഷ്യന്മാരുമായിട്ട് അതാണ് സംഭവിച്ചിരുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ ഒരിക്കലും ഒരു സ്റ്റേജിലും പോയി പ്രസംഗിച്ചില്ല, ഒരു വേദിയിലും പ്രഭാഷണം നടത്താൻ പോയില്ല. തൻ്റെ അടുത്തേക്ക് വന്നു. വണ്ട് രാവിലെ എഴുന്നേറ്റാൽ പൂ തേടുന്നു, തേനുള്ള പൂവ് തേടി പോകുന്നത് പോലെ നാമമാത്രമായ ആളുകൾ ഓരോ ദിവസവും ശ്രീരാമകൃഷ്ണദേവനെ തേടി അങ്ങോട്ട് പോയി. തൻ്റെ ശിഷ്യന്മാരായിട്ട് തന്നിലേക്ക് വരേണ്ടവർ വരാതെ വന്നപ്പോൾ അവരുടെ വീട്ടിലേക്കല്ല പോയി, അവിടെ നിന്ന് ഈ എന്താ പറയുക, ഒരു ആ കെട്ടിടത്തിൻ്റെ മേളിൽ കയറി നിന്നുകൊണ്ട് ഓരോരുത്തരെ വിളിക്കുകയായിരുന്നു. ഇപ്പം നമുക്കൊന്നും ഇത് വട്ടാണ്. അപ്പം അതിന് വളരെ ലളിതമായിട്ട് ശ്രീരാമകൃഷ്ണൻ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അതെ, എനിക്ക് വട്ടാണ്, സമ്മതിച്ചു. വട്ടില്ലാത്ത, ഈ ഭ്രാന്തില്ലാത്ത ആരാണ് ഈ ലോകത്തുള്ളത്? എല്ലാവർക്കും ഭ്രാന്തുണ്ട്, ഭ്രാന്തില്ലാതെ ഒരാളും ഇല്ല. ഒരു ജീവി പോലും ഭ്രാന്തില്ലാതെ അവശേഷിക്കുന്നില്ല എന്നാ പറയുക. പിന്നെ ഒരാൾ ഭാര്യയ്ക്ക് മേളിൽ ഭ്രാന്ത്, ഒരാളിന് അമ്മയോ അച്ഛനും മേളിൽ ഭ്രാന്ത്, ഒരാളുടെ കുട്ടികളുടെ മേളിൽ ഭ്രാന്ത്, ഒരാൾക്ക് പണത്തിന് മേളിൽ ഭ്രാന്ത്, ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ ഭ്രാന്ത്, എനിക്ക് ഈശ്വരൻ്റെ പേരിൽ ഭ്രാന്ത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബോംബെയിൽ ഒരാളായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങളവിടെ കൃഷ്ണേശ്വർ അമ്പലത്തിലൊക്കെ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് കുഴപ്പമൊന്നുമില്ല സമയം, അവിടെ പപ്പീന്ദറുണ്ട്, ഒരു പഞ്ചാബിയാണ്, ഞങ്ങളുടെ ഉണ്ട് അയാൾ പറഞ്ഞു, പപ്പീന്ദർ കൊണ്ടുപോകും, കാറിൽ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറാണ്. ഇപ്പം ഞാൻ ധരിച്ചത് ഇദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറാണെന്നാണ്. അല്ല, ഇദ്ദേഹത്തിന് 2 മക്കളാണ്, ഒരു മകനും മകളും. ഒരാൾ കാനഡയിൽ, ഒരാൾ ജർമ്മനിയിൽ. ഈ ആളിന് ബോംബെയിലെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അത് 1983 ഇദ്ദേഹം വിലയ്ക്ക് വാങ്ങിയത് 97 ലക്ഷം രൂപയ്ക്കാണ്. പക്ഷേ അയാളിൻ്റെ ഭ്രാന്ത് ഇപ്പോഴും ടാക്സി ഓടിക്കുന്നതില്ല. ആലോചിക്കണം, 97 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് അത് ഒരു 1.5 കോടിയിൽ കുറയില്ല, ഉറപ്പാണ്, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. 83-ലാണ് 97 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത് എന്ന് പറയുമ്പോൾ അന്ന് മുംബൈയിൽ കിട്ടുന്ന ഏറ്റവും വില കൂടിയ ഫ്ലാറ്റാണ് ഇയാൾ വാങ്ങിയിരിക്കുന്നത്. ഒരു സർദാർജിയാണ്. അദ്ദേഹം വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഇറങ്ങി ഇപ്പം മുറിയിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ബാഗ് കൊണ്ടുവന്ന് അവിടെ വയ്ക്കും. അതൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ടാക്സി ഡ്രൈവർ എങ്ങനെ ജെന്റിൽമാനായിട്ട് പെരുമാറണോ അങ്ങനെ പെരുമാറുന്ന ആളാണ് പപ്പീന്ദർ സിംഗ്, എനിക്കറിയാം. പക്ഷേ ആ പപ്പീന്ദർ സിംഗിൻ്റെ ഭ്രാന്ത് വണ്ടി ഓടിക്കുന്നില്ല, ടാക്സി ഓടിക്കുന്നതിലാണ്. വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ ഒരു വണ്ടി വാങ്ങി എവിടെയെങ്കിലും അങ്ങ് ഓടിയാൽ പോരെ. അങ്ങനെയല്ല, ടാക്സി ഓടിക്കുന്നതില്ല. പക്ഷെ ഒരു ഗുണമുണ്ട്, ആളുകൾക്ക് പ്രയോജനമുണ്ട്. പിന്നെ പുള്ളി അങ്ങനെ വെറുതെ ഓട്ടം പിടിക്കണമെന്ന് പറഞ്ഞ് ഓടി നടക്കാറൊന്നുമില്ല. ഇതുപോലെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അദ്ദേഹം, ഞാൻ ഈ പറയുന്ന ആൾ അവിടെ റാഡിസൺ ഇൻ്റർനാഷണലിൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വരുന്ന കസ്റ്റമേഴ്സാണ് കൂടുതലും പപ്പീന്ദർ സിംഗിന് കിട്ടുക.
ഇപ്പം ഞാനവിടെ ചെന്നപ്പം സർദാർജി അല്ലേ ഹിന്ദി മാത്രമേ പറയുള്ളൂ, ഞാൻ ഹിന്ദിയിലാണ് സംസാരിച്ചിരുന്നതൊക്കെ. തിരിച്ച് പോരാൻ നേരമാണ് അറിയുന്നത് വളരെ ഹൈ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് സംസാരിക്കുന്നയാളാണ് പപ്പീന്ദർ സിംഗ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ ഏതോ ഒരു മൂലയിൽ ഒരു കൃമിക്ക് സമമായിരിക്കുന്ന മനുഷ്യൻ അവരിരുന്നോട് ലോകത്തെ പറ്റി വിവരിക്കുക ഇവിടെ. ഇതാണ് ലോകം എന്ന്. എന്ത് ലോകം? ഇപ്പം ഇവിടെ വരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഏതാണ്? ഇതാണ് ലോകം എന്ന്. എന്ത് ലോകം നമുക്കൊന്നും അറിയില്ല. സോ ഇന്നത്തെ ദിവസം ഈ സത്സംഗം യഥാർത്ഥത്തിലുള്ള ഒരു സത്സംഗമായിട്ട് മാറുകയാണ്. ദക്ഷിണേശ്വരത്ത് നടന്ന ഒരു സത്സംഗം, അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ സന്നിധിയിൽ നടന്ന ഒരു സത്സംഗം, രാമദാസ് സ്വാമിയുടെ സന്നിധിയിൽ നടന്ന ഒരു സത്സംഗം, അങ്ങനെ ഒരു സത്സംഗത്തിലേക്ക് മാറി. ഞാൻ ഇന്നിപ്പോൾ ചട്ടമ്പി സ്വാമിയെ പറ്റി പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചട്ടമ്പി സ്വാമിയുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും തമ്മിലുള്ള ബന്ധം, ഇപ്പം ചട്ടമ്പി സ്വാമി ഇപ്പോൾ ഗുരു ശിഷ്യ അതൊക്കെ ആർഗ്യുമെൻ്റൊക്കെ ഒരുപാടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഉടനെ തന്നെ നിർത്തണം, കാരണം മാതാജി സംസാരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2-3 മിനിറ്റ് കൊണ്ട് അങ്ങ് അവസാനിപ്പിക്കാം. അപ്പോൾ അതിലെ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും തമ്മിൽ വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു. ചട്ടമ്പി സ്വാമി വേദാന്തം ശ്രീനാരായണ ഗുരുദേവനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ യോഗയിൽ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് സുബ്രഹ്മണ്യ മന്ത്രം പറഞ്ഞു കൊടുത്തു, അത് സാധന ചെയ്യാൻ പറഞ്ഞു. അപ്പം ആ ഗുരുതുല്യനായ ഒരു ബഹുമാനം ശ്രീനാരായണ ഗുരുദേവൻ കാത്തു സൂക്ഷിക്കുമ്പോഴും ഒരു സുഹൃത്തെന്ന നിലയിൽ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും കൂടി മരുത്വാമലയിൽ 3-4 വർഷക്കാലം അവിടെ കഴിച്ചു. അത് കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്ന വഴിക്ക് ഈ നെയ്യാറിൻ്റെ തീരത്തൂടെ വരുമ്പോൾ അരിവുപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ വളരെ രസകരമായ സ്ഥലം. ഇപ്പോൾ 2 പേരോട് അവിടെ താമസിച്ചു കുറച്ച് ദിവസം. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ഗുരുദേവൻ പറഞ്ഞു, ഇത് നല്ല സ്ഥലമാണ് സാധനയ്ക്ക്, അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുക. അപ്പോൾ ചട്ടമ്പി സ്വാമി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുന്നോളൂ, ഞാൻ പോകാമെന്ന് പറഞ്ഞു. സ്വാമി നേരെ തിരുവനന്തപുരത്തേക്ക് പോയി. ഇപ്പോൾ തിരുവനന്തപുരത്തും ഇടയ്ക്ക് പോയി ശ്രീനാരായണ ഗുരുദേവനെ അരിവുപ്പുറത്ത് പോയി കാണുകയും വീണ്ടും മടങ്ങി പോവുകയും ചെയ്തിരുന്നു. എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്ത് വെച്ചിട്ട് ആ സമയത്താണ് ഈ നവോത്ഥാനത്തിൻ്റെ ആരംഭം ചട്ടമ്പി സ്വാമികൾ ആരംഭിക്കുന്നത്. വളരെ പ്രസിദ്ധമായ ഒരു സെൻറ്റൻസ് എല്ലാവർക്കും അറിയാം. പന്മന വെച്ചിട്ട് ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമിയെ കാണാൻ പോകും. അവിടെ ചെല്ലുമ്പോൾ ഉടനെ ചട്ടമ്പി സ്വാമിക്ക്, ആരാ? ഞാൻ നാണുവാ. ആ എന്താ ഇതിലേക്ക്? ചട്ടമ്പി കടപ്പിലായി എന്ന് കേട്ടു. ചട്ടമ്പി സ്വാമി എന്ന് പറഞ്ഞില്ല. അപ്പം ചട്ടമ്പി സ്വാമി തിരിച്ചടിച്ചു. അപ്പോൾ പ്രവർത്തിയാനുദ്യോഗം ഉണ്ടോ? നാട്ടിലുള്ളവരുടെ സുഖാന്വേഷണങ്ങൾ. ഗുരുദേവൻ തിരിച്ചടിച്ചു, പ്രവൃത്തിയേ ഉള്ളൂ, ആരില്ല. ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മളിലില്ല. അതാണ് സത്യം. അവർ പറഞ്ഞ വളരെ നിസ്സാരമായ ഒരു തമാശയിൽ അടങ്ങിയിരിക്കുന്ന വേദാന്തം എത്ര കാലം സാധന ചെയ്താലാണ് നമുക്കത് മനസ്സിലാവുക? ചട്ടമ്പി കിടപ്പിലായി എന്ന് പറഞ്ഞാൽ അവിടെ ചട്ടമ്പി എന്ന് ഗുരുദേവൻ ഉദ്ദേശിച്ചത് എല്ലാം കൊണ്ടും ആ ഒരു എന്താ പറയുക പരിപൂർണതയിൽ നിൽക്കുന്ന ആ ഒരു ധാർഷ്ട്യത്തോടെയുള്ളതായ ചട്ടമ്പി സ്വാമി ഇന്ന് ആരോഗ്യപരമായി ക്ഷയിച്ച് കിടപ്പിലായി, അതുകൊണ്ട് കാണാമെന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ചോദിപ്പോൾ തിരിച്ചടിച്ചു, പ്രവർത്തിയാനുദ്യോഗം ഉണ്ടോ? നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മഹാരാജാവിനെ അറിയിക്കാനുള്ള ഉത്തരവ് തഹസീൽദാരുടെ കീഴിലുള്ള പ്രവൃത്തിയാർക്കാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ പ്രവൃത്തിയാനുദ്യോഗം ഉണ്ടോ? പ്രവൃത്തിയേ ഉള്ളൂ, ആരില്ല. കർമ്മമേ ഉള്ളൂ, കർമ്മഫലം എന്നിലില്ല, ഞാനത് ആഗ്രഹിച്ചിട്ടില്ല. എത്ര വലിയൊരു സിദ്ധാന്തമാണത്. ആ വിഷയം ചർച്ച ചെയ്താൽ മോക്ഷത്തിലെത്തുന്നത് വരെ നമുക്ക് ആ ചർച്ച കൊണ്ടുപോകാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ കർമ്മയോഗം ഒറ്റ വാക്കുകൊണ്ട് ഗുരുദേവൻ അവസാനിപ്പിച്ചു. കർമ്മമേ ഉള്ളൂ, ഫലമില്ല, ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചു. അത്ര വലിയ പാണ്ഡിത്യം നിറഞ്ഞ ഒരു വ്യക്തി സാധാരണ പച്ച മലയാളത്തിൽ പ്രവൃത്തിയേ ഉള്ളൂ, ആരില്ല. നമ്മൾ പറയും അത് തെങ്ങിൻ്റെ ആരായിരിക്കും, അതിനപ്പുറത്തേക്ക് നമ്മുടെ തല പോവുകയല്ല.
ഇനിയും ഉണ്ട് അങ്ങനെ ചില സംഭവങ്ങൾ കളിയാക്കി പറഞ്ഞിട്ടുള്ള. ഞാൻ ഒരിക്കൽ സർവീസിൽ വായിച്ചൊരു സംഭവം ഉണ്ട്. അപ്പം അത് പിന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് തന്നെ അത് മനസ്സിലായത് എന്താ സംഭവം. അതായത് സർവീസിൽ വാർത്ത വന്നിരുന്നു ഒരിക്കൽ ചട്ടമ്പി, അതായത് ഗുരുദേവൻ ഒരു കത്തെഴുതി ചട്ടമ്പി സ്വാമിക്ക്, ഞാനിവിടെ ഒരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയിരുന്നു. അപ്പോൾ ചട്ടസ്വാമി തിരിച്ചയച്ചു, കഷ്ടം, ഇനിയിപ്പോൾ ഒരു പട്ടിയായിട്ടെങ്കിലും ജനിക്കേണ്ടി വന്നേക്കും എന്ന്. അപ്പോഴൊക്കെ എല്ലാവരും കൂടെ ചാടിത്തിരിച്ചു, ഗുരുദേവനെ പട്ടിയാക്കിയത്. അങ്ങനെയല്ല പറഞ്ഞത്, കർമ്മഫലം അനുഭവിക്കാൻ ഇനി ഒരു ജന്മം, നികൃഷ്ടമായി കർമ്മം ചെയ്തു എന്ന്. ഞാൻ പ്രതിഷ്ഠ നടത്തി എന്നിടത്ത് ഞാനെന്ന അഹങ്കാരം, അഹമെന്ന അഹങ്കാരവും പ്രതിഷ്ഠ എന്ന കർമ്മവും നടത്തി എന്നതുകൊണ്ടാണ് ഗുരുദേവൻ അല്ല ചട്ടമ്പി സ്വാമി പറഞ്ഞത് കർമ്മഫലം അനുഭവിക്കണം. ഇത് ഒരുപാട് പറയാനുണ്ടാവും, ഞാൻ എന്തായാലും അതിലേക്ക് പോവില്ല. ഈ പട്ടണത്താർ എന്ന് പറഞ്ഞൊരു വലിയ മഹാത്മാവുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കഥാപാത്രമാണ് തമിഴിലെ പട്ടണത്താർ. കാവേരി പൂമ്പട്ടണം എന്ന് പറയുന്ന സ്ഥലം നിന്നുകൊണ്ട് അവിടെ ജീവിച്ചിരുന്ന ഒരു വലിയ പണക്കാരനായിരുന്നു. വലിയ പണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലുള്ള പണക്കാരനൊന്നും, ഇന്നത്തെ ടാറ്റ ബിർള, അംബാനി എന്ന് ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ എന്ന് പറയുന്നത് അദാനിയൊന്നും ഈ പറയുന്ന പട്ടണക്കാരുടെ ഇടയിലെത്തിയില്ല. അന്ന് പണക്കാരൻ എന്ന് പറയണമെങ്കിൽ അയാളിന് നവരത്നങ്ങളിൽ ഓരോ രത്നങ്ങളും ഓരോ കോടി കയ്യിൽ വേണം. നവരത്നങ്ങൾ ഓരോ രത്നങ്ങളും ഓരോ കോടി വീതം കയ്യിൽ വേണം. അപ്പോൾ 9 കോടി നവരത്നങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അയാളിൻ്റെ കയ്യിലിരിക്കുന്ന സ്വത്ത് എത്ര കോടിയായിരിക്കും? അതിൻ്റെ 4-1 അദാനിയുടെ കയ്യിലുണ്ടാവില്ലല്ലോ. അങ്ങനെയുള്ള പട്ടണത്താരെല്ലാം ഉപേക്ഷിച്ച് അവസാനം സന്യാസിയായി പോയൊരു കഥയുണ്ട്. വലിയ കഥ കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ഓരോ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും എത്ര മഹത്തരമാണെന്ന്. ഈ പട്ടണത്താരെ ഒരിക്കൽ ഈ ചിദംബരം ക്ഷേത്രത്തിലാണ് സംഭവം. അദ്ദേഹത്തിൻ്റെ ഗുരുദേവൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ പുറകിലത്തെ ഗോപുരപ്പടിയിലിരിക്കുകയായിരുന്നു. അപ്പോൾ ശിഷ്യൻ അവിടെ ചെന്ന് വർത്താനമൊക്കെ പറഞ്ഞൊക്കെ ഇരുന്നു. കഴിഞ്ഞിട്ട് ഞാൻ ഭിക്ഷ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയി. എവിടെ? ക്ഷേത്രത്തിൻ്റെ മുൻഗോപുരത്തിൽ പോയി അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രായമായ സ്ത്രീ വന്നിട്ട് ഈ സ്വാമിയോട്, സ്വാമി ആഹാരം ഒന്നും കഴിച്ചില്ല, എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗുരുവിനോടാണ് ചോദിച്ചത്. അപ്പോൾ കൈമലത്ത് കാണിച്ചിട്ട് പറയാം, അമ്മ എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാനൊരു തുറവിയാണ്, ഞാനൊരു സന്യാസിയാണ്. നീ ഒരു കാര്യം ചെയ്യേ, അവിടെ മുൻഗോപുരത്തിൽ ഒരു ഗൃഹസ്ഥൻ ഇരിപ്പുണ്ട്, പോയി അവനോട് ചോദിക്കാൻ. മുൻഗോപുരത്തിൽ ഫ്രണ്ട് സൈഡിലെ ഗോപുരത്തിൽ ഒരു ഗൃഹസ്ഥൻ ഇരിപ്പുണ്ട്, നീ അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു സ്വാമി ഇരിപ്പുണ്ട്, മുമ്പിലൊരു ചട്ടി ഇരിപ്പുണ്ട്, തൊട്ടടുത്തൊരു പട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അയ്യോ എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ഭിക്ഷയ്ക്കിരിക്കുകയാണെന്ന്. അല്ലല്ലോ, അവിടെ പുറകുവശത്തിരുന്ന സ്വാമി പറഞ്ഞല്ലോ ഇവിടെ ഒരു ഗൃഹസ്ഥൻ ഇരിപ്പുണ്ട്, അദ്ദേഹം ഭിക്ഷ തരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ശിഷ്യന് മനസ്സിലായി സംഭവം എന്താണെന്ന്. ഒട്ടും താമസിച്ചില്ല, മുമ്പിലിരുന്ന ചട്ടി എടുത്ത് പട്ടിയുടെ തലക്കിട്ട് ഒറ്റ ചട്ടിയും കൊടുത്തു. ചട്ടിയും പൊട്ടി പട്ടിയും ചെത്തും. അത് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പുറകിൽ പോയിട്ട് ചോദിച്ചു, ഞാനൊരു സന്യാസിയാണോ? അപ്പോൾ പറഞ്ഞു ആണ്. അപ്പം അതിനു മുമ്പ് ബന്ധം വെച്ചിരുന്നു. എന്താണ്? ഭിക്ഷ എടുക്കാനുള്ള ചട്ടിയും എന്ന് മാത്രമല്ല, താൻ കഴിക്കുന്നതിൻ്റെ പങ്ക് പറ്റാനൊരു പട്ടിയും. മനസ്സിലായില്ലേ? സോ നിസ്സാരമായ കാര്യമാണ്, പക്ഷെ അതുപോലെ ഒരു ബന്ധമാണ്. രാമാനുജാചാര്യരുടെ ജീവിതത്തിൽ അങ്ങനെ അല്ല. രാമാനുജാചാര്യരുടെ ഒരു ശിഷ്യൻ, രാമാനുജാചാര്യർക്ക് എല്ലാവരും ബ്രാഹ്മണരായ ശിഷ്യന്മാരായിരുന്നു, പക്ഷെ ഒരു അധകൃതനായ ഒരു ശിഷ്യനുണ്ടായിരുന്നു. അതെല്ലാം വലിയ കഥകളാണ്. അതെല്ലാം അത് പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് അതിന് വേണ്ടി തന്നെ വേണ്ടി വരും. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ലെങ്കിലും ഇദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച്, അതായത് സമാധിക്ക് മുമ്പായിട്ട് രാമാനുജാചാര്യർ ഇവനെ പറഞ്ഞു, ഈ ശിഷ്യനോട് പറഞ്ഞു, ഇനി നീ ഇവിടെ നിൽക്കണ്ട, നീ തീർത്ഥയാത്ര പൊക്കോളൂ എന്ന് പറഞ്ഞു. കാരണം എന്നും തൻ്റെ ബ്രാഹ്മണ ശിഷ്യന്മാർ ഇവനെ ദ്രോഹിക്കാൻ നോക്കി. ഇപ്പം തൻ്റെ സമാധിക്ക് ശേഷം ഇവനെ വാഴിക്കലകളെ അറിയാവുന്നത് കൊണ്ടാണ് പൊക്കോളാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് യാത്ര പോവുകയാണ് എൻ്റെ ഭാര്യയും ഭർത്താവുമായിട്ട്. കയ്യിലൊന്നുമില്ല. ഇവർ പോയി പല ദിവസങ്ങളായി. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഒരു കാട് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം. പോകുന്ന വഴിക്ക് ഭാര്യ പറഞ്ഞു, വല്ല കള്ളന്മാരൊക്കെ ഉണ്ടാവും,
ഈ രാത്രിയിൽ ഇങ്ങനെ പോകുമ്പോൾ എന്നൊരു സംശയം. അപ്പോൾ ഭർത്താവ് തിരിഞ്ഞ് നിന്നിട്ട് പറഞ്ഞു, നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. പിന്നെ നിനക്കെന്താ അങ്ങനെ ഒരു ചിന്ത വന്നു? ഇല്ല, അങ്ങനെ ഒരു ഭയം വന്നുകൊണ്ടാണ്. തീർച്ചയായിട്ടും നിൻ്റെ കയ്യിൽ എന്തോ ഇരിപ്പുണ്ട്, എന്തോ ഒരു സമ്പത്ത്, എന്തോ ഒരു സ്വത്ത് നീ കയ്യിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഭർത്താവ് തപ്പി പിടിച്ചു ഭാര്യയെ നോക്കിക്കഴിഞ്ഞപ്പോഴേ ഈ കിട്ടിയിരിക്കുന്ന വസ്ത്രത്തിൻ്റെ സൈഡിൽ, ഈ വയറിൻ്റെ എവിടെയായിട്ട് ഒരു ചെറിയ സ്വർണത്തിൻ്റെ ഒരു ലോട്ട അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ ചോദിച്ച്, ഇത് ഭർത്താവ് എടുത്തു കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, അതെ, പോകുന്ന വഴിക്ക് അങ്ങയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ലോട്ടയായത്. അദ്ദേഹം ഒരു ആദിവാസി രാജാവായിരുന്നു. സോ പറഞ്ഞു, അങ്ങയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ലോട്ടയായതെന്ന് പറഞ്ഞു. ഭർത്താവ് വേറെ ഒന്നും ചിന്തിച്ചതില്ല, വാങ്ങി വരെ ഏറും കൊടുത്തിട്ട് പറഞ്ഞു, എന്തേ കള്ളന്മാരുടെ ഭയം എന്തേ അതിൻ്റെ കൂടെ പോയിട്ടുണ്ട്, വാ നമുക്ക് പോകാം. സോ വളരെ ലളിതമായി വലിയ മഹത്തായ സത്യങ്ങളെ മനസ്സിലാക്കിയതൊക്കെ സത്സംഗത്തിലൂടെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ചട്ടമ്പി സ്വാമി ഒക്കെ എവിടെയെങ്കിലും പോയി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ വെള്ളത്തിൽ കിടക്കുന്ന താമരയില പോലെ എന്തൊക്കെ സംഭവിച്ചാലും വെള്ളത്തിന് മേളിലേ കിടക്കും. അപ്പം അങ്ങനെ വിട്ടെറിഞ്ഞ് എന്ത് തുടങ്ങിയാലും എന്ത് ചെയ്താലും സ്വാമി അവിടെ നിൽക്കില്ല, ഓടിക്കളയും. അങ്ങനെ വളരെ ലളിതമായി, കഷായമില്ല, ജടയില്ല, വിഭൂതിയില്ല, രുദ്രാക്ഷമില്ല, ഗതയില്ല, കിരീടമില്ല, എന്നാലും ആ പരമഹംസൻ ഒരാളു മാത്രം, അല്ലാതെ എനിക്ക് പരദേവത വേറെയില്ല എന്ന് ഓട്ടൂർ ശ്രീരാമകൃഷ്ണദേവനെ പറ്റി എഴുതിയിട്ട് എനിക്ക് തോന്നുന്നു അത് വിദ്യാധിരാജസ്വാമിയുടെ കാര്യത്തിലും വളരെ യോജിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹവും കഷായമൊന്നും കൊടുത്തില്ല. അതുപോലെ വിദ്യാധിരാജ പരമഭട്ടാര, വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞാൽ, വിദ്യാധിരാജൻ എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ അദ്ദേഹത്തിന് സമ്മാനിച്ച പേരാണ് വിദ്യാധിരാജ. പക്ഷേ സ്വാമി അതിലൊന്നും, അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങനെയായിരുന്നു. പഠിക്കുന്ന സമയത്തായാലും ശരി, ജോലിയിലിരിക്കുമ്പോഴും തനിക്ക് അവധി വേണോ, അതുകൊണ്ട് പോകണോ എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ മുകളിലിരുന്ന ഉദ്യോഗസ്ഥൻ തനിക്ക് അവധി അനുവദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ നിങ്ങളുടെ ജോലി നിങ്ങൾ വെച്ചോ, ആരെ വേണേ വെച്ചോ, ഞാനില്ല, ഈ അടിമ പഠിക്കുന്നു പറഞ്ഞ് അത് ഇട്ടെറിഞ്ഞു പോകാൻ കാണിച്ച ആ ഒരു ആത്മവിശ്വാസം, അങ്ങനൊരു ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു സമൂഹമാണ് നമ്മൾ. നമ്മളുടെ ധാരണ പണമില്ലെങ്കിൽ ഒന്നും നടക്കില്ല. സത്യമാണ്, പണമില്ല ഒന്നും നടക്കില്ല. പക്ഷെ അതുകൊണ്ട് ഇത് എത്ര നാൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കും, എത്ര കാലം ചേർത്ത് വയ്ക്കും, എത്ര വരെ ചേർത്ത് വയ്ക്കും? അപ്പോൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കി മാതാജി പറയട്ടെ. നമുക്കിന്ന് അവിചാരിതമായി, അപ്രതീക്ഷിതമായി വന്ന് കിട്ടിയ ഒരു സത്സംഗമാണ് മാതാജിയിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പല ആവർത്തി ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ദക്ഷിണേശ്വരത്ത് വെച്ചിട്ട് അത്ഭുതാനന്ദ സ്വാമികൾ അവിടെ വരുന്ന ഭക്തന്മാരുടെയൊക്കെ എണ്ണം എടുത്തു. ഒരു ദിവസം കാലത്ത് മുതൽ ഉച്ച കഴിയുന്നവരിൽ എണ്ണം എടുത്ത് അവസാനം 30 പേരെ ഉണ്ടായത്. അപ്പോൾ ഉച്ച കഴിച്ചപ്പോൾ ശ്രീരാഷ്ട്രം ചോദിച്ചേ, ഇപ്പം എത്ര പേരായിന്ന് ബംഗാളിയിൽ ചോദിച്ചാൽ കൊത്ത വഹിച്ചേരേ. അപ്പം പറഞ്ഞ് 30 തീരെ ഇഷ്ടം. ശ്രീരാഷ്ട്രം വിട്ടങ്ങ് ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു, ലാട്ടുമാരായി ചിരിച്ചു. മുറിയിലിരിക്കുന്ന ബലറാം ബോസ് തുടങ്ങിയ മഹേന്ദ്രനാഥ് ഗുപ്ത തുടങ്ങിയ ആളുകളൊക്കെ ഇങ്ങനെ അന്താളിച്ച് നോക്കാം. 30 പേരോ, എന്താ ഈ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാനുള്ളത്? അപ്പോൾ അദ്ദേഹത്തോട് ശ്രീരാമകൃഷ്ണനോട് ചോദിച്ചു, എന്താണ് ഈ 30 പറഞ്ഞുള്ള തമാശ? 1 കോടിയിൽ കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കൽക്കട്ട മഹാനഗരത്തിൽ നിന്ന് ഈശ്വര കഥ കേൾക്കാൻ ഇന്ന് ഈശ്വരാനുഗ്രഹം ഉണ്ടായത് 30 പേർക്കാണ്. അത്രേ ഉള്ളൂ. 1 കോടിയിൽ. ഗീതയിൽ പറയില്ലേ, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയെ യതാം അഭിസിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വത. സോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മാതാജിയെ ക്ഷണിക്കുന്നു. സോ 2.5 മണിക്കൂറോളം മാതാജി
സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ. ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ ത്വമേവ ശരണം ഗുരുദേവദേവ. അനുഗ്രഹീതരായിട്ടുള്ള അമ്മമാരുടെയും സഹോദരങ്ങളുടെയും അതുപോലെ തന്നെ എല്ലാ ആൾക്കാരുടെയും ഭക്തി നിർഭരമായിട്ടുള്ള മനസ്സുള്ള എല്ലാ ആൾക്കാരുടെയും പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ചെറിയ എൻ്റെ 2 വാക്കുകൾ സംസാരിക്കാം. സ്വാമിജി പറഞ്ഞു ചട്ടമ്പി സ്വാമികളുടെ കഥ, മഹാത്മാക്കളുടെ കഥകളെപ്പറ്റി. ഇവിടെ മഹാത്മാക്കൾ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങളിവിടെ വന്നിരിക്കുന്നു, നിങ്ങളെല്ലാവരും മഹാത്മാക്കൾ തന്നെ. ഈ മഹാത്മാക്കൾക്ക് ഇത്രയെങ്കിലും തോന്നിയല്ലോ. നമ്മൾ സ്വാമിജി പറഞ്ഞിപ്പം 10,000 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഈ ലോകത്തുണ്ട്. 10 പേർക്ക് പോലും വന്ന് ഈ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാനായിട്ടുള്ള മനോഭാവമില്ല. ഒരു 10 വർഷം മുമ്പ് ഒരു സത്സംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ തിങ്ങിക്കൂടുമായിരുന്നു. ആ സത്സംഗത്തിൻ്റെ മട്ടും ഭാവവും ഒക്കെ തന്നെ മാറിപ്പോയി. ഇന്നെല്ലാം അവരുടേതായിട്ടുള്ള കുട്ടികളാണെങ്കിൽ തന്നെയും വീടുകളിൽ മതപാഠശാലയ്ക്ക് പോകാനോ അല്ലെങ്കിൽ ഈശ്വരനെ പറ്റി പറയുന്നത് കേൾക്കാനോ സന്ധ്യാസമയം ഒരു നാമം ജപിക്കാനോ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ കിട്ടുകയില്ല. പണ്ടൊരു കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെന്ന് പറഞ്ഞാൽ നാമം ജപിച്ചില്ലെങ്കിൽ ആഹാരമില്ല. രാവിലെ എഴുന്നേറ്റ് ഗായത്രി 21 ഗായത്രി ജപിച്ചില്ലെങ്കിൽ കാപ്പിയില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് നാമം ജപിക്കുമായിരുന്നു. എൻ്റെ ചെറിയ ആങ്ങളയോട് മുത്തശ്ശി പറയുമായിരുന്നു, എടാ ഒരു 10 നാമം ജപിക്കടാ ഇവിടെ വന്നിരുന്ന്. അവനെ ഉടനെ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാൽ 1 രാമ 2 രാമ 3 രാമ 4 രാമ എന്ന് പറഞ്ഞ് 10 രാമൻ ജപിച്ചിട്ട് ഞാൻ 10 രാമൻ ജയിച്ചു, ഇനിയാകുകയല്ലേ. അങ്ങനെയെങ്കിലും ചെയ്യുമായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള കുട്ടികൾ പോലും നമ്മുടെ ഇടയിലില്ല. നാമം ജപിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ സന്ധ്യാവിളക്ക് കത്തിച്ചു കഴിഞ്ഞാലോ വളരെ മോശമായിട്ടാണ് ഇന്ന് ആൾക്കാർ. ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലെ അമ്മമാർ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ സ്ത്രീകൾ ഉടനെ തന്നെ TV ഓൺ ചെയ്യുക. അന്നത്തെ കാലത്ത് TV ഒന്നുമില്ല. എന്നാൽ അത് കഴിഞ്ഞ് 1 മണിക്കൂർ നാമം ജപിച്ചല്ലേ, ഒരു 10 മിനിറ്റ് നാമം ജപിച്ചു കഴിഞ്ഞ് ആ പെട്ടി തുറന്നാൽ മതി എന്നുള്ള മനോഭാവവുമില്ല. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എവിടെയാണ് തീരുന്നത് അല്ലെങ്കിൽ എവിടെയാണ് നോക്കുന്നത് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. അമ്മമാരൊക്കെ കുട്ടികളോട് അമ്മമാരെന്തെങ്കിലും പറയാനാണെങ്കിലും മടിക്കും. അതിന് കാരണമുണ്ട്. പണ്ടൊക്കെ 10ഉം 12ഉം കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ ഇന്ന് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ, 2 പോലും ഉള്ളതില്ല. അവരോടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തുകൊണ്ട് നാമം ജപിക്കുന്നില്ല, അല്ലെങ്കിൽ അമ്മേ നിങ്ങളെന്തുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നാമം ജപിക്കാൻ പറയുന്നില്ല എന്ന് ചോദിച്ചാൽ ആ അമ്മ തരുന്ന നല്ലൊരു ഉത്തരവുണ്ട്. മക്കളെ ഇന്ന് രക്ഷകർത്താക്കൾക്ക് അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഭയമാണ്. ആ കുഞ്ഞു പോയി മരിച്ചു കഴിഞ്ഞാലോ എന്തു ചെയ്യും മാതാജി, നിങ്ങളെന്നെ പറയുന്നത് നാമം ജപിച്ചില്ല. അത്രേ ഉള്ളൂ. ഞാൻ എത്രയോ കാലം കാത്തിരുന്നുണ്ടായ കുഞ്ഞാണ്. ആ കുഞ്ഞുങ്ങൾ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, ശരി തന്നെയാണ്. ഒരു പ്രായം വരെ, ഒരു 8 വയസ്സ് വരെ നമ്മൾ നമ്മുടെ അധീനതയിലാക്കണം കുഞ്ഞുങ്ങളെ. അത് കഴിഞ്ഞ ശേഷം അവരെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ആ ഒരു ഭാവം ഒരച്ഛനും അമ്മയും എടുക്കണം. അത് കഴിഞ്ഞാൽ അവരവരുടെ കോളേജ് പഠന സമയത്തും അവരെ നമ്മൾ
മാറി നിന്ന് ശ്രദ്ധിക്കണം എന്താണ് ഇവർ ചെയ്യുന്നതെന്നുള്ളത്. ഇന്നതുമില്ല. അത് കഴിഞ്ഞ് വേണം അവർക്ക് അവരുടെ ഏത് വഴിയിലേക്കാണോ അവർക്ക് നീക്കേണ്ടത് ആ വഴിയിലേക്ക് അവരെ നമ്മൾ പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് നീക്കണം. എന്നാലും ഈശ്വര വിചാരം അവിടുന്ന് കളയരുത്. അവിടുന്ന് കളയാതെ വേണം. അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാമകൃഷ്ണ പരമഹംസരുടെ വചനാമൃതം മാത്രം മതി. വേറെ ഒരു പുസ്തകവും വാങ്ങിക്കണ്ട. രാമായണവും നിങ്ങൾ പഠിക്കണ്ട, ഭാഗവതവും പഠിക്കണ്ട, ഗീതയും പഠിക്കണ്ട, മഹാഭാരതവും പഠിക്കണ്ട. ഇതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയ ഒരൊറ്റ പുസ്തകമാണ് രാമകൃഷ്ണ വചനാമൃതം അല്ലെങ്കിൽ രാമകൃഷ്ണ ലീലാമൃതം. ഈ രണ്ട് പുസ്തകം മതി. പിന്നെ കുട്ടികൾക്ക് ആർജവം അല്ലെങ്കിൽ തൻ്റെ ഇടം ഉണ്ടാക്കാനുള്ള പുസ്തകമാണ് ഞാൻ പറഞ്ഞാൽ വിവേകാനന്ദ സ്വാമികളുടെ പുസ്തകങ്ങൾ. വിവേകാനന്ദ സ്വാമികളെ പോലെ എന്തെങ്കിലും തെറ്റ് കണ്ട ആ തെറ്റിനെ അദ്ദേഹം അന്നേരം തന്നെ അവിടെ വെച്ച് അതിന് പ്രതികരിക്കും. ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ പ്രതികരിക്കുന്നവരില്ല. ഭയന്നാണ് ജീവിക്കുന്നത് ഹിന്ദുക്കൾ. എന്നാന്ന് വെച്ചാൽ നമുക്ക് സമൂഹത്തിൽ പേരില്ല. ഇന്നലെ തന്നെ ഒരാൾ എന്നോട് പറഞ്ഞ അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിലൊരു പേര് കിട്ടുകയില്ല മാതാജി. എന്ത് പേരാണ് അല്ലേ ഹിന്ദുവിന് ഇന്നുള്ളത്? ഒരിടത്തുമില്ല. ഇനിയിപ്പോൾ ഹിന്ദു എന്നുള്ള പേര് പറയാൻ മേല, ക്രിസ്ത്യാനി എന്നുള്ള പേര് പറയാൻ മേല, മുസ്ലിം എന്നുള്ള പേര് പറയാൻ മേല. നിങ്ങൾ പിന്നെ ഒന്നും മനസ്സിലാക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഭഗവാന്റെ ഇച്ഛയുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊന്ന് അനങ്ങാൻ പോലും സാധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ ആദ്യമേ പഠിക്കേണ്ടത്. പിന്നീടാണ് ബാക്കിയുള്ളതെല്ലാം പഠിക്കേണ്ടത്. ആ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കഷ്ടപ്പാടും ദുരിതങ്ങളും അതുപോലെ മറ്റുള്ളവരോടുള്ള സഹനശക്തി, മറ്റുള്ളവരോടുള്ള സ്നേഹവും അതുപോലെ ദാനവും ധർമ്മവും നമ്മൾ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നതൊന്നുമല്ല. എല്ലാവരും അവനവൻ്റെ സ്വാർത്ഥ ജീവിതമാണ്. ആ സ്വാർത്ഥ ജീവിതത്തിൽ ഒന്നും നമുക്ക് നേടാനില്ല എന്നുള്ളത് ഇപ്പോഴല്ല, കുറേ കാലം കഴിഞ്ഞാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നമ്മളെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഈശ്വര വിചാരം, ഈശ്വരനെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങനെ നാമം ജപിപ്പിക്കണം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പറയും നാമം ജപിച്ചിട്ട് എന്ത് കിട്ടും? ചിന്മയാനന്ദ സ്വാമി ഒരു കാലത്ത് തപോവനന്ദ സ്വാമിജിയോട് ചോദിച്ചു, നമ്മൾ വേദാന്തം പഠിക്കുന്നവർ എന്തിനാണ് ഈ നാമം ജപിക്കുന്നത്? വേദാന്തം പഠിക്കുന്നവർ നാമം ജപിക്കേണ്ട കാര്യമുണ്ടോ? മാണ്ഡൂക്യ ഉപനിഷത്തോ അല്ലെ ഉപനിഷത്തുകളോ ഒക്കെ പഠിച്ചാൽ പോരെ, എന്തിനാണ് ഈ നാമം ജപിക്കുന്നത്? ഉടനെ സ്വാമിജി ഒന്നും മിണ്ടിയില്ല. എൻ്റെ മറുപടി നിങ്ങൾക്കറിയാം, തപോവന കുടീരത്തിലാണ് ഇരുന്ന് പഠിച്ചത്. ചിന്മയാനന്ദ സ്വാമിയെ ഈ ഒരു മാണ്ഡൂക്യകാരിക മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. വേറൊരു പുസ്തകമൊന്നും അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല. അന്ന് ഭക്ഷണമില്ല. ഇന്നത്തെ പോലെ സമയത്ത് ബെല്ലടിക്കുമ്പം ചെന്ന് പാത്രം കൊണ്ട് ചെന്ന് ആഹാരമൊന്നും കഴിക്കാനില്ല. അവർ അടുത്ത ആശ്രമത്തിൽ പോയി അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് ഉണങ്ങിയിരിക്കും. ഗംഗയുടെ കരയിൽ പോയിരുന്ന് ഗംഗയിലോട്ട് ആ ചപ്പാത്തി ഇങ്ങനിട്ട് ആണ് അവർ കഴിച്ച് തിന്നുന്നത്. അങ്ങനെയാണ് ആ സമയത്ത് പഠിച്ച് മുന്നോട്ട് വന്നത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ദിവസം ഗ്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു, ചിന്മയ, എനിക്ക് ദാഹിക്കുന്നു, വെള്ളം വേണമെന്ന് പറഞ്ഞില്ല, ദാഹിക്കുന്നു. ഉടനെ ചിന്മയാനന്ദ സ്വാമി ഉടനെ തന്നെ ഇറങ്ങിപ്പോയി ഗംഗയെന്നൊരു ലോട്ടയിൽ വെള്ളം കൊണ്ടുവന്നു. ഒരു ലോട്ടയിൽ വെള്ളം കൊണ്ടുവന്ന് അവിടെ ഇരുന്നു. സ്വാമിജിക്ക് കൊടുത്തവൻ പറഞ്ഞു, വേണ്ട, എനിക്ക് ലോട്ടയിൽ വെള്ളം മാത്രം മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വെള്ളം മാത്രമായിട്ട് കൊടുക്കാൻ പറ്റുമോ? ഉടനെ പറഞ്ഞു, കയ്യിൽ ഇല്ല. അതായത് എന്ത് നാളെ നിലനിൽക്കണമെങ്കിലും അതിനൊരു ഉപകരണം വേണം. ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നതും പല പല കർമ്മങ്ങൾ ചെയ്യുന്നതും. ആ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അല്ലെ ആ വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ് വേണം. അതേപോലെയാണ് നാമജപം. വേദാന്തിക്ക് നാമജപം ശരീരത്തിനെ നിലനിർത്തണമെങ്കിൽ അതായത് നാമജപം വേണം. അതുപോലെ തന്നെ എല്ലാ കാര്യവും. പക്ഷെ അത് മാത്രമായിട്ട് നമ്മൾ നിൽക്കരുത്. അതിനെ തട്ടി കളയും. ഇപ്പോൾ സ്വാമിജി പറഞ്ഞ പോലെ ഓരോന്നും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം കഴിഞ്ഞാലുണ്ടെങ്കിൽ അതവിടെ സൂക്ഷിച്ച് വെക്കുകയല്ല. അതിനെ തള്ളി നേതി എന്ന് പറഞ്ഞ് കളയണം. ഇന്നിപ്പോൾ അങ്ങനെയാണോ ആൾക്കാരൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ഒരു ആശ്രമം തന്നെ ആദ്യം നമ്മൾ നോക്കും. ആശ്രമത്തിൽ പല പല കാര്യങ്ങൾ, പക്ഷേ പണ്ടത്തെ പോലെയല്ല പല കാര്യങ്ങൾ. പക്ഷേ ആശ്രമത്തിൽ കാര്യങ്ങൾ കുന്നുകൂടി കഴിയുമ്പോൾ ഇല്ലാത്തവന് കൊടുക്കാനുള്ള മനോഭാവം ഉണ്ടാകണം. ആ ഇല്ലാത്തവന് കൊടുക്കാനുള്ള മനോഭാവത്തെയാണ്
നമ്മൾ പ്രകീർത്തിക്കേണ്ടത്. അവിടെ രാമകൃഷ്ണ പരമഹംസൻ്റെയും അതുപോലെ തന്നെ വിവേകാനന്ദ സ്വാമിയുടെയും ഒക്കെ കാലം നിങ്ങൾ ആലോചിച്ചോണം. രാമകൃഷ്ണ പരമഹംസൻ്റെ കാലത്ത് അല്ലെ വിവേകാനന്ദ സ്വാമിജിയുടെ കാലത്താണെന്ന് തോന്നുന്നു, ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ കണ്ടതാണ്. ഒരു മുണ്ട് പോലും ഉടുക്കാനില്ലായിരുന്നു. ഒരാൾ പുറത്തേക്ക് പോയി കഴിഞ്ഞ് അവർ വന്നു കഴിഞ്ഞ ശേഷം അവരത് അയയിൽ പറിച്ച് അവിടെ ഇടും. പിന്നെ മറ്റേ ആൾ പുറത്തേക്ക് പോകുമ്പോൾ ആ വസ്ത്രം എടുത്താണ് അടുത്തയാൾ പോകുന്നത്. ഇന്ന് എത്രയാ ഒരാൾക്ക് വസ്ത്രമുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ലൗകികനായാലും കൊള്ളാം, സന്യാസിക്കായാലും കൊള്ളാം. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. കാലം പോകുന്നു, അതിന് നിങ്ങൾ പറയും കാലം പോകുന്നതനുസരിച്ച് കോലം മാറണ്ടേ മാതാജി? വേണ്ട, നമുക്ക് ആവശ്യമുള്ളത് മാത്രം. പക്ഷെ അതുപോലും ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ആ ഭാവത്തെയാണ് നമ്മൾ അതായത് സുന്ദരമായിട്ട് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ സത്സംഗം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരാളിരുന്നുകൊണ്ട് അങ്ങ് പ്രസംഗിക്കുന്നു, വായി തോന്നിയതൊക്കെ അതല്ല സത്സംഗം എന്ന് പറഞ്ഞാൽ. സ്വാമിജി പറഞ്ഞ പോലെ എല്ലാവരും കൂടിയിരുന്ന് അവരുടേതായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ അടുത്തയാൾ അതിൻ്റേതായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ അവർക്കുള്ള അനുഭവങ്ങൾ പറയും. ആ അനുഭവങ്ങളെ നമ്മുടെ അനുഭവം വെച്ച് കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിനാണ് സത്സംഗം എന്ന് പറയുന്നത്. അല്ലാതെ നാട്ടിലുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തി നമ്മളവിടെ നിന്ന് അവർക്കും പലതും പറയാനുണ്ടായിരിക്കാം, അല്ലെ പലതും ചോദിക്കാനുണ്ടായിരിക്കാം. അതിനെയാണ് നമ്മൾ കൂട്ടത്തിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചിന്മയാമിഷനിലെല്ലാം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് വട്ടത്തിലെല്ലാവരെയും ഇരുത്തിയിട്ട് അവിടെ ഒരു കസേരയിൽ ചിന്മയാനന്ദ സ്വാമി ഇരിക്കും. അന്നേരം പരസ്പരം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിനകത്ത് ഉത്തരം മുട്ടുന്നതായിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും താഴെ ഇരിക്കുന്ന ശിഷ്യന്മാർ നോക്കിയിരിക്കും. അപ്പോഴാണ് സ്വാമിജിയുടെ ചോദ്യം ചെല്ലുന്നത്. സ്വാമിജി ഉടനെ അതിൻ്റെ മറുപടി പറയും. ഉടനെ അടുത്തയാൾ പിന്നെയും ചോദിക്കും. ഓരോരുത്തർക്കും എന്താണോ ഓരോരുത്തർ, ഇപ്പോൾ എൻ്റെ വാസനയല്ല നിങ്ങൾക്ക്, നിങ്ങളുടെ വാസനയല്ല എനിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ധർമ്മമല്ല എനിക്ക്, നമ്മൾ പറയേണ്ട കാര്യങ്ങൾ എന്തായാലും അത് ഇന്ന സമയത്ത് ബ്രഹ്മചാരികൾക്കും സന്യാസിമാർക്കും മാത്രം സ്വാമിജിയുടെ അടുക്ക പോയിരിക്കാനുള്ളൊരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിലാണ് ഇത് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഗൃഹസ്ഥന്മാരുടെ സമയം വേറെ ഉണ്ട്. അത് ഞാൻ പിന്നെ കണ്ടിട്ടുള്ളത് നമ്മുടെ കാഞ്ഞങ്ങാട് ആശ്രമത്തിൽ സച്ചിദാനന്ദ സ്വാമി ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെയാണ്. സ്വാമി എല്ലാവരെയും കൂടെ വിളിച്ചിരുത്തി ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്ന് കാര്യങ്ങൾ പറയും. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് സ്വാമിജിയോട് ചോദിക്കാം, ഇതെല്ലാം ചെയ്യാം. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇന്ന് ആരെയെങ്കിലും കൊണ്ടുവന്ന് പ്രഭാഷണം നടത്തിക്കുന്നു, അവർ പ്രഭാഷണം പറഞ്ഞു പോയി. നമുക്ക് പിന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങൽ, നമുക്കിത് ചോദിക്കാനുണ്ട്. അങ്ങനെ ആയാൽ ഇങ്ങനെ എന്താണ്, അങ്ങനെ ആയാൽ ഇങ്ങനെ എന്താണെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പരസ്പരം വായ തുറക്കണം. ഒരാൾ പറയുന്നത് കേട്ട് മാത്രം ഇങ്ങനെ ഇരിക്കാൻ ഉള്ള സന്ദർഭം ഉണ്ടാക്കരുത്. സ്വാമിജി തന്നെ പറഞ്ഞു, കൽക്കട്ടയിലുള്ള സമയത്ത് അവിടുത്തെ പോലുള്ള സത്സംഗമാണ് നടന്നത്. വളരെ രസകരമായിട്ടുള്ള, സ്വാമിജി വെറുതെ കാര്യങ്ങൾ പറഞ്ഞതാണ്, അല്ലെങ്കിൽ അവിടെ വെച്ച് ആ അനുഭവം ഉണ്ടായി, ഈ അനുഭവം ഉണ്ടായി. എന്ത് രസമായിട്ടുള്ള സത്സംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് നമ്മുടേതായിട്ടുള്ള കഷ്ടങ്ങളും നഷ്ടങ്ങളും നമുക്ക് വേറൊരാളോട് പറഞ്ഞറിയിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഉള്ളിലുള്ള ആ ഭാവം, അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ ടെൻഷൻ മാറി ഒരു ഏകോദര സഹോദരങ്ങളെ പോലുള്ള ഭാവം നമുക്കുണ്ടാകും. അതാണ് സ്വാമിജിയുടെ പറഞ്ഞത്. അതുപോലെ തന്നെ മഹാത്മാക്കളുടെ അടുക്ക പോയി മഹാത്മാക്കളുമായിട്ട് കൂടുതൽ ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും മഹാത്മാക്കളുടെ അടുക്ക പോയി അവരുടെ അടുക്കൽ എന്ന് പറയുക വർത്തമാനം പറഞ്ഞ്, അല്ലെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൊണ്ട കൊടുക്കാനായിട്ട് എന്തെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് കൊണ്ട കൊടുക്കുക. അവിടുന്ന് എന്തെങ്കിലും കൊണ്ടുവരാനുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് അവർ തന്നു വിടും. അവരൊറ്റയ്ക്കൊന്നും തിന്നുന്നവരല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ഓരോ ആശ്രമങ്ങളും നമ്മുടേതാണ്. ആ ഒരു ഭാവം നമുക്കുണ്ടാക്കണം. അല്ലാതെ സമൂഹത്തിൽ ആരുമില്ലാതെ കുറച്ച് പേര്, 5ഓ 6ഓ പേര്, ഇന്നിപ്പോൾ എല്ലായിടത്തെയും സ്ഥിതി ഇതൊക്കെ തന്നെ. ആർക്കും രാമായണോ ഭാഗവതോ അല്ലെ ഭാരതോ അല്ലെങ്കിൽ ഒരു സത്സംഗമോ കുറച്ച് നേരം വെറുതെ ഇരുന്ന് സംസാരിച്ചാൽ മതി ഒരു സന്യാസിയോട്. അവിടെ നിന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ കിട്ടും. ഒരു പ്രാവശ്യമൊക്കെ സ്വാമിജി തന്നെ പറഞ്ഞു, ചട്ടമ്പി സ്വാമികൾ ഒരു സമയത്ത് ഇരുന്ന്, ചട്ടമ്പി സ്വാമികളുള്ള സമയത്താണ് ഇങ്ങനെ ഇരുന്ന് കുറേ ആൾക്കാരുമായിട്ട് വർത്തമാനം പറയുന്ന സമയത്ത് സ്വാമിജി ഇരുന്ന് പറഞ്ഞു, ഞാനും അതായത് ഗുരുദേവൻ, നാരായണ ഗുരുദേവന്
നാരായണ ഗുരുദേവനും ഒക്കെ ഒരുമിച്ച് പോകുന്ന സമയത്ത് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുരുക്കന്മാരാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും എൻ്റെ പേര് ചട്ടമ്പി എന്നാണ്. അവൻ ഗുരുവായി. നാരായണ ഗുരുദേവൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഏതോ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ്. ഇതെവിടെയോ പോയി നമ്മളത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ SNDPയുടെ ഒരു ആശ്രമത്തിലാണ്. അദ്ദേഹം ഇങ്ങോട്ട് വന്നേച്ച് ഇനി പറയാനൊന്നുമില്ല. നാരായണ ഗുരുദേവൻ്റെ ശിഷ്യനാണ് ചട്ടമ്പി സ്വാമികൾ, നിങ്ങളെന്തെന്നാ പറഞ്ഞത്? അല്ല, അവർ രണ്ടുപേരും പരസ്പരം ഒരേ കാലത്ത് ജീവിച്ചിരുന്നവരാണ്. പരസ്പരം അവർ ഗുരുവും ശിഷ്യനുമാണ്. പറഞ്ഞതെന്നാന്ന് വെച്ചാൽ അവൻ ഗുരുവായി, ഞാൻ ചട്ടമ്പിയായി. ഇപ്പം ചട്ടമ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചട്ടമ്പി എന്ന് പറഞ്ഞാൽ ഏതോ മഹാഭാവം ചെയ്ത ആൾക്കാരോ അല്ലെങ്കിൽ വിലയില്ലാത്ത ആൾക്കാരെന്നാണ് നമ്മൾ. ചട്ടമ്പി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മോണിറ്റർ അല്ലെ ലീഡർ, സ്കൂളിൽ ലീഡർ എന്നുള്ള ഭാവമാണ്. പക്ഷേ ഇവർ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പറയാം. അവൻ ഏതായാലും ഗുരുവായി, ഞാൻ ചട്ടമ്പിയായി പറഞ്ഞുകൊണ്ട് അങ്ങ് നടന്നുപോയി. നമ്മൾ ഈ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഓരോ വ്യക്തികളെ നമ്മൾ മാനസികമായിട്ട് പഠിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് വേണ്ടതെന്നു വെച്ചാൽ അതിനകത്ത് ഒരർത്ഥം മാത്രമല്ല, 2, 3, 4 അർത്ഥമുണ്ട് ഒരു വാക്കിന്. നിരുക്തപ്രകാരം ഒരു വാക്കിന് 70 അർത്ഥമുണ്ട്. നിശ്ചയേന യുക്തം, എവിടെയാണോ ചേർക്കേണ്ടത് ചേർത്ത് പോകണം എന്ന് പറഞ്ഞ പോലാണ് ഈ മഹാത്മാക്കളെ പറ്റിയൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അവരെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ വർത്തമാനത്തിലേക്ക് കടക്കാൻ. ആ ചട്ടമ്പി സ്വാമി ആരാണെന്നും അതുപോലെ നാരായണ ഗുരുദേവൻ ആരാണെന്നും ചിന്മയാനന്ദ സ്വാമി ആരാണെന്നും അതുപോലെ തന്നെ ജ്ഞാനാനന്ദ സ്വാമി ആരാണെന്നും അതുപോലെ മുന്നോട്ട് പോകുന്ന ഓരോ മഹാത്മാക്കൾ ഈ കേരളത്തിലുള്ള അവരൊക്കെ ആരാണെന്നുള്ളത് പഠിക്കാനുള്ള മനോഭാവം ആദ്യം ഉണ്ടാക്കി തീർക്കണം. ആദ്യം ഉണ്ടാക്കി തീർത്ത് കഴിഞ്ഞിട്ട് വേണം ഇന്നയാൾ. അല്ലാതെ ഈയിടെ ഒരു സ്ഥലത്ത് ചെന്ന ഗീതാജ്ഞാന യജ്ഞത്തിനെ പോയി സംസാരിച്ച് അവരിങ്ങനെ ഓരോ കാര്യം പറഞ്ഞപ്പം എന്നോടല്ല വേറെ കുറേ ആൾക്കാരുണ്ട്, ഞങ്ങളെല്ലാവരും ഇവിടെ കുത്തിയിരിപ്പുണ്ട്. അന്നേരം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ചിന്മയാനന്ദ സ്വാമിയുടെ ശിഷ്യന്മാരാണ് ഗീതാജ്ഞാനത്തിനും മിടുക്കന്മാർ, ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. പക്ഷേ അവരിൽ നിന്ന് ആരും തന്നെ ഗീതാജ്ഞാന യജ്ഞം നടത്തുന്നില്ല. മിക്കവാറും ആൾക്കാരെല്ലാം ഭാഗവത സപ്താഹമാണ് നടത്തുന്നത്. പക്ഷേ നല്ല പേരുള്ള സന്യാസിമാരെ നമുക്ക് വിളിക്കണം ഗീതാജ്ഞാന യജ്ഞം നടത്താൻ. അപ്പോൾ ഒരാളോട് ചെന്ന് ഒരു സന്യാസിയോട്, അതാരാണെന്ന് സ്വാമിജി പറഞ്ഞ പോലെ ഞാൻ ആരാണെന്ന് പറയുകയില്ല, അദ്ദേഹത്തിനോട് ചെന്ന് ഇവർ ചോദിച്ചു, ഗീതാജ്ഞാന യജ്ഞം നടത്താവോ? അതെങ്ങനെയാണ് നടത്തുന്നത്? ഇതുപോലെ നമ്മുടെ ഭാഗവതം പോലെ ഭാഗവതം മുഴുവൻ വായിച്ചിട്ട് അർത്ഥം പറയുകയൊന്നുമല്ല. ഏതെങ്കിലും ഒരു അധ്യായം, ആ അധ്യായത്തിനെയാണ് 7 ദിവസം പറഞ്ഞു തീർക്കുന്നത്. അത് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ, അതിൽ കൂടുതലൊന്നും പറയുകയില്ല. അപ്പോൾ ആ ആളിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 12 അധ്യായമാണ് എടുക്കുന്നത്, ഭക്തിയോഗം എടുക്കാം. പക്ഷേ 5 ലക്ഷം രൂപയാണ് ഒരു ഗീതാജ്ഞാന യജ്ഞത്തിന്. പിന്നെ എൻ്റെ കാര്യങ്ങൾ, എനിക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ വേണം, പിന്നെ എനിക്ക് രാവിലെ ഇന്ന ഭക്ഷണം വേണം, ഉച്ചയ്ക്ക് ഇന്ന ഭക്ഷണം വേണം, വൈകിട്ട് ഇന്നത് വേണം, പിന്നെ ഇന്ന കാര്യങ്ങൾ, ബാക്കി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവരാണെങ്കിൽ പാവപ്പെട്ട ഒരു കൂട്ടരാണ്, വലിയ പൈസയൊന്നും കൊടുക്കാനില്ല. അദ്ദേഹം അവിടെ ഇരുന്ന് ചോദിച്ചു, അതിൽ എന്തെങ്കിലും കുറയുമോ? ഇല്ല. പിന്നെ ലാസ്റ്റ് കേൾക്കാൻ വന്നിരുന്ന ആൾക്കാർ അടുക്ക് തലേ ദിവസം ഒരു കവർ കൊടുത്തിട്ട് ആ കവറിൽ അവരുടെ അഡ്രസ്സ് എഴുതി കൊടുക്കണം. എന്നിട്ട് അതിനകത്ത് പൈസ, അത് ഈ 5 ലക്ഷത്തിൽ കൂടുതലാണ്, അതെൻ്റെ കയ്യിൽ നേരിട്ട് വീഴുന്നു. അവിടെ വസ്ത്രം എന്ത് വേണേലും കൊടുക്കാം. അപ്പോൾ അദ്ദേഹം എന്നോട് അത് കഴിഞ്ഞ് കുറേ കാര്യം കഴിഞ്ഞ ശേഷം എന്നോട് വന്നേച്ച് അവിടെ ആശ്രമത്തിൽ വന്നപ്പോൾ പറഞ്ഞു ഇന്ന പോലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അത് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഗീത പഠിക്കണമെന്നല്ലേ ഉള്ളൂ. എത്ര പേരുണ്ട്? അത് ഞങ്ങൾക്ക് 10 പേർക്ക് ഗീത പഠിക്കണം. അന്നേരം ഒരു യജ്ഞമായിട്ട് നടത്തിയ എല്ലാവരും കൂടി ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇത് ചെയ്തത്.
അതിന് പോയി പഠിക്കും, അവർ പറഞ്ഞ പോലെ ചെയ്യും. ഇല്ല, ഈ പൈസ കൊടുക്കാതെ നമ്മളൊരു ദക്ഷിണ മാത്രം കൊടുത്ത് ആരെങ്കിലും പഠിപ്പിക്കുന്നവരുണ്ടോ? എത്രയോ പേരുണ്ട് പഠിക്കണമെന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഞാൻ ആന്ധ്രയിൽ പഠിക്കുന്ന, ഞാനിവിടെ ഒത്തിരി സ്ഥലത്ത് ഗീത പഠിക്കാനായിട്ട് ഓടി നടന്നതാണ്. ഒരാശ്രമത്തിലും നമ്മളെ നിർത്തിയില്ല. പല ആശ്രമങ്ങളിലും അന്ന് ചെറുപ്പക്കാരായിട്ടുള്ള സന്യാസിമാരാണ് ഉള്ളത്. ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ള സന്യാസിമാർ ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. 6 പെൺപിള്ളേർ. ഇവിടെ നിൽക്കാൻ പറ്റുകയില്ല. ഒരാശ്രമത്തിൽ ഞങ്ങൾ എല്ലാം പറഞ്ഞ് അവിടെ ചെന്ന് ഇരുന്നു. രാത്രിയിൽ 8:30 മണിയായപ്പോൾ നമ്മളെ അവിടുന്ന് ഇറക്കി വിട്ടു. ഇവിടെ അടുത്തുള്ള ആശ്രമം തന്നെയാണ്. അവിടുന്ന് ഇറക്കി വിട്ടിട്ട് രാത്രിയിൽ എങ്ങോട്ട് പോകാനാണ്? ഞങ്ങളൊരു അടുത്തുള്ള ഒരു വീട്ടിൽ പോയി. അവർ കിടന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കാർ ഷെഡിൽ അവിടെ കിടന്നു. നമ്മുടെ ബാഗിനകത്തുണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ ബെഡ്ഷീറ്റ്, അത് വിരിച്ച് കിടന്നേച്ച് പറഞ്ഞു 4 മണിക്ക് നമ്മൾ ഇവരെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഇവിടുന്ന് എഴുന്നേക്കണം. എഴുന്നേറ്റ് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ഇവിടുന്ന് പോയി എവിടെയെങ്കിലും പോയി കുളിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോകാം. ഇത് കഴിഞ്ഞു ഒരു 6 അവിടെ അടുത്തുണ്ട്. അവിടെ പോയി ഞങ്ങളെല്ലാവരും കുളിച്ചു, ബാഗെല്ലാം മോളിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞ ശേഷമാണ് ചിന്മയ മിഷനിൽ അവർ നമ്മളെ പഠിപ്പിച്ചില്ല. പിന്നെ ഇതും പേർക്കൊണ്ട് നടക്കുക. അന്നേരമാണ് ചിന്മയാനന്ദ സ്വാമി സിദ്ധവാരിയിൽ ഇത് നമ്മുടെ വിവേക് ചൂടാമണി ക്യാമ്പ് നടത്തുന്നു. 1 മാസം 3 അധ്യായം ഗീത. അപ്പോൾ അവിടെ പോകാനുള്ള ഒരു സന്ദർഭം എനിക്ക് കിട്ടി. ഭഗവാൻ കൊണ്ടുത്തന്നതാണെന്ന് വിചാരിച്ചു. എസ് മേനോനാണെന്ന് ഇവിടെ തിരുവനന്തപുരത്തുള്ളത്. അദ്ദേഹം എന്നോട് പറഞ്ഞു പോയിരുന്നെങ്കിൽ പോകുന്നോളാൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്നോട് പറയുന്നത്, ഇതുപോലെ ശാരദാപ്രിയാനന്ദ മാതാജിയുണ്ട് ആന്ധ്രയിൽ, അവിടെ പോയിക്കോ. 7 വർഷത്തെ പഠിത്തമാണ്. ഉച്ചയ്ക്കൊറ്റ നേരമേ ഭക്ഷണം കിട്ടുകയുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും, ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വന്നത്, നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഭഗവാൻ എവിടെയെങ്കിലും ഒരു സ്ഥാനം തരും. അവിടുന്ന് 7 വർഷം പഠിച്ചു കഴിഞ്ഞാണ് നമ്മൾ വന്നത്. ഇവിടെ ഗീത പഠിച്ചു കഴിഞ്ഞ ശേഷം വന്നു. അന്നേരം നമുക്ക് എവിടെയാണോ എന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത്രയും പേരേ ഉള്ളൂ. 10 പേരോ 12 പേരോ കാണും. ഈ ഇത്രയും പേർക്ക് ഈശ്വരനെ പറ്റി അറിയാനുള്ള ആ കഴിവുള്ളൂ, അല്ലെങ്കിൽ ആ സുഹൃതമുള്ളൂ എന്ന് നമുക്ക് പറയാം. ഭഗവാൻ ഇച്ഛിക്കാതെ ഒന്നും നമുക്കാകുകയില്ല. അല്ലെങ്കിൽ അവിടെയുള്ളവരെല്ലാം വന്നില്ലല്ലോ, ആ നാട്ടിലുള്ളവരെല്ലാം വന്നില്ലല്ലോ, ഈ നാട്ടിലുള്ളവരെല്ലാം വന്നില്ലല്ലോ എന്നുള്ള ഭാവം ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടേതായിട്ട് നമുക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് ഭഗവാനിലേക്ക് നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണെങ്കിൽ പോലും ഭഗവാൻ അത് നമുക്ക് കൊണ്ടുതരും. എവിടെ പോയി പഠിക്കാനാണേലും ആ ഭാവം നമുക്കുണ്ട്. പക്ഷേ അത് നമ്മൾ ഭഗവാനിൽ അർപ്പിക്കണം. അർപ്പിച്ചിട്ട് വേണം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ. അത് നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായിച്ച് നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ എടുത്തു വെച്ച് അതിനെ നമ്മൾ മനനം ചെയ്യണം. അതായത് മനനം ചെയ്യുക എന്ന് പറയും. ആ മനനം ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒരു പുസ്തകം ഈ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന പുസ്തകം പോലെ വായിച്ചാൽ പോരാ. അല്ലാതെ വായിച്ച് മനസ്സിലാക്കാനുള്ള ആ ഒരു ഭാവവും നമ്മൾ ഉണ്ടാക്കണം. ഇപ്പം പ്രായമായ നമ്മളല്ല അത് പഠിക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരും അതുപോലെ സഹോദരങ്ങളും എല്ലാം ചെയ്യേണ്ടത് തൻ്റെ കുട്ടികളെ ഇത് പഠിപ്പിക്കണം. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സത്സംഗത്തിലേക്ക് അവരെയാണ് കൊണ്ടുവരേണ്ടത്. ഞായറാഴ്ച ദിവസമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ എപ്പോഴാണോ അവർക്ക് അവധി കിട്ടുന്നത് ആ അവധി കിട്ടുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ആ ഭാവം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ പല കഥകളും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആ സാധ്യത ഉണ്ടാക്കണം. അതിനുള്ള സന്ദർഭം ഉണ്ടാക്കണം. ഇന്നിപ്പോൾ ആശ്രമങ്ങളിൽ പോലും ക്ലാസ്സുകളൊന്നുമില്ല. ക്ലാസ്സുകളില്ലാത്തതിന് കാരണം എന്നാന്ന് വെച്ചാൽ ആശ്രമത്തിലെ ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വരാൻ പറഞ്ഞാൽ ആരും വരികയില്ല. ഞാൻ എത്രയോ പ്രാവശ്യം പല സ്ഥലത്തും ഇപ്പോൾ സ്വാമിജി എന്നെ പറഞ്ഞു, വാഴൂർ ആശ്രമത്തിൽ ഞാൻ പോയിരുന്നിട്ടുണ്ട്. അവിടെ പോയി ഇരുന്നാൽ പഞ്ചദശി എടുക്കുന്നുണ്ട് സ്വാമിജി. ആർക്ക് വേണ്ടിയിട്ടാണ്? 4 പേര് കാണും, വേറെ ആരുമില്ല, ഒരു മനുഷ്യരുമില്ല. ആ പ്രദേശത്തുള്ള ഒരു മനുഷ്യനും വരികയില്ല. അവിടുന്ന് എത്രയോ ദൂരമുള്ള ആൾക്കാർ വണ്ടി കയറി വന്നാണ് ഈ 4 പേരവിടെ ഇരിക്കുന്നത്. അത് പഠിക്കാനുള്ള മനോഭാവം ചെറുപ്പത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങളെ അച്ഛനും അമ്മയും നിർബന്ധമായിട്ട് ഇന്നിപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്നതുകൊണ്ടും കമ്പ്യൂട്ടറും അതുപോലെ തന്നെ മൊബൈലും ഉള്ളത് കാരണം പിള്ളേർക്കൊന്നും ഇന്നാളിൽ
ഒരു പ്രാവശ്യം എന്തോ കുട്ടികളോട് ഞാൻ പറഞ്ഞു ഗീത പഠിക്കണമെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു ഗീത ഈ കമ്പ്യൂട്ടറിനകത്തും ഉണ്ട് മൊബൈലിനകത്തും ഉണ്ട്, പിന്നെ എന്തിനാ മാതാജി അവിടെ വന്നിരുന്ന് ഈ സമയം കളയുന്നത്, സമയം കൊല്ലിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവർ പറഞ്ഞത് ശരിയാണ്, നമുക്കത് തപ്പാനൊന്നും അറിയാൻ മേല. നമ്മുടെ കയ്യിൽ കൊണ്ട് മൊബൈൽ, എല്ലാവരുടെയും കയ്യിൽ ഒരെണ്ണം ഇരിക്കുന്നത് പോലെ നമുക്കിത് തപ്പിയെടുക്കാനൊന്നും പറ്റുകയില്ല. ആ മനോഭാവം അല്ലാതെ കുഞ്ഞുങ്ങളെ, അത് ഒന്നാമത്തെ കാര്യം. നമ്മുടെയൊക്കെ ഗുരുക്കന്മാർ നമ്മളോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഓൺലൈൻ ക്ലാസ്സൊന്നും അല്ല വേണ്ടത്. അതിനെ ഞാൻ എതിർക്കുകയല്ല, അതിനോട് മാതാജി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാനുമല്ല. ഒരു ഗുരു പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട്, മുഖത്തോട് മുഖം നോക്കിയിരുന്ന് വേണം ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ. അല്ലാതെ ഓൺലൈനിൽ പഠിച്ചുകൊണ്ട് ഇപ്പം ആരാണ്ട് പറഞ്ഞ പോലെ തത്തമ്മയെ പൂച്ച എന്ന് പറഞ്ഞാൽ തത്തമ്മയും പറയും പൂച്ച എന്ന് പറയുന്ന പോലെയല്ല. നമുക്ക് ആ ഗുരുവും ശിഷ്യനുമായിട്ടുള്ള ബന്ധമുണ്ടാകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നമ്മളും അങ്ങോട്ട് നമ്മുടെ മനസ്സിലേത് അല്ലേ അവിടെ അർപ്പിക്കണം, അവിടുന്ന് ഇങ്ങോട്ട് വരികയും വേണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ ഇന്നുള്ള മനുഷ്യർ അതിന് നമ്മളെ കളിയാക്കുകയുള്ളൂ. കളിയാക്കുകയല്ല വേണ്ടത്. മഹത്തായ പുണ്യം അല്ലെങ്കിൽ പുണ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വളരെ വളരെയധികം ശ്രദ്ധിച്ചു വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ആ ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് രാമേശ്വര പരമഹംസരൊക്കെ ഓരോ സ്ഥലത്ത് സ്വാമിജി കാല് കൊടുത്തോണ്ടൊന്നും അല്ല പോയത്. ഗുരുക്കന്മാർ ശിഷ്യന്മാരെയും കൊണ്ട് പല കാര്യങ്ങൾ കൂട്ടത്തിൽ കൊണ്ട് നടന്നാണ് പഠിപ്പിച്ചത്. ഞങ്ങളുടെ ഇപ്പോൾ എന്നെ പഠിപ്പിച്ചത് അവിടുത്തെ മാതാജി ഇരുന്നൊന്നുമല്ല, അവരെവിടെയാണോ പോകുന്നത് അവിടെ കൂട്ടിക്കൊണ്ട് പോയിട്ടാണ് ഓരോ ടെക്സ്റ്റും പഠിപ്പിക്കുന്നത്. എന്നാന്ന് ചോദിച്ചാൽ അവിടെ ഇരുന്നാൽ അവിടെ ആഹാരമില്ല. ഒന്നാമത് ആന്ധ്രയാണ്, ആന്ധ്രയിൽ വരുമാനമൊന്നുമില്ല. ഈ അമ്മ പോയി മുട്ടായി ഉണ്ടാക്കുന്ന അവരുടെ ഫാക്ടറിയുടെ അവിടെയൊക്കെ പോയി ഇരുന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അല്ലാതെ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനൊന്നുമില്ല. അന്നേരം പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ, എന്നാൽ എല്ലാവർക്കും പഠിക്കാനാവില്ല. ആ പഠിക്കാനുള്ള ആ മനോഭാവം തന്നിലുണ്ടാകണം. തൻ്റെ ആൾക്കാർക്കത് പറഞ്ഞു കൊടുക്കാനുള്ള ഭാവം ഇന്നത്തെ കുട്ടികൾക്ക്. അവർ ബിടെക്കോ എംടെക്കോ MBA ഒക്കെ പഠിക്കണം. പഠിക്കുന്ന കൂട്ടത്തിൽ ഈ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളും കൂടെ അവർക്ക് പറഞ്ഞു കൊടുത്ത് വേണം അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്നാലേ ഈശ്വരാനുഗ്രഹം അവർക്കുണ്ടാവുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച്, ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഗുരുവാണ് രാമകൃഷ്ണ പരമഹംസർ, അതായത് ഭഗവാൻ. അത് കഴിഞ്ഞാൽ അമ്മ ശാരദാദേവി അമ്മ എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ്. ശാരദാദേവി അമ്മയുടെ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്ന് തന്നെ കണ്ണുനീര് താഴെ വീഴും. എന്തെല്ലാം ദുരിതങ്ങളും ദുഃഖങ്ങളും ആ അമ്മ അനുഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വിവേകാനന്ദ സ്വാമിയാണ് ഈ പ്രസ്ഥാനം തന്നെ കെട്ടിപ്പടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് പോയി. പക്ഷേ ആ ചെയ്തു വെച്ചതിനെ നമ്മൾ ഉപയോഗിക്കാനുള്ള ആ സന്നദ്ധത നമ്മളിലുണ്ടാകണം എല്ലാവർക്കും കൂടെ. അങ്ങനെ ആ രാമകൃഷ്ണ പരമഹംസരുടെ ബുക്ക് വായിക്കാനോ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കാനോ അല്ലെ വിവേകാനന്ദ സ്വാമിയുടെ ജീവചരിത്രം വായിക്കാനോ ഒന്നും ഇന്നുള്ള ആൾക്കാരെ ഏൽപ്പിക്കുകയില്ല. അവർക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മുടെ ആൾക്കാരില്ല. പിന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ നന്മയായിട്ട് തന്നെ കണ്ട് ആ നന്മയിലേക്ക് കുഞ്ഞു കുട്ടികളെ വരച്ചുകൊണ്ട് വരണം. അവർക്ക് ആ ചെറുപ്പത്തിൽ തന്നെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ രാമകൃഷ്ണ പരമഹംസരുടെ കഥയും അതുപോലെ തന്നെ ശാരദാ ദേവിയുടെ കഥയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതൊന്നുമല്ല. അവരൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ സ്വാമിജി ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, അവിടെ പ്രതിഷ്ഠ നടത്തിയ കഥയും അതുപോലെ തന്നെ കാണാൻ ചെന്ന കഥയും ഒക്കെ, ചട്ടമ്പി സ്വാമികളെ കാണാൻ ചെന്ന കഥയൊക്കെ. പക്ഷെ അതിൻ്റെ ഓരോ അക്ഷരത്തിലുമുണ്ട് ഓരോ ദിവസം വീതം പറയാനുള്ള കഥകൾ. ആ കഥകളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങി അങ്ങനെ സത്സംഗമാകുന്ന ആ സംഘത്തിൽ കൂടെ സത്സംഗത്തെ നിസ്സംഗത്തെ നിർമോഹത്വേ നിശ്ചലതത്വേ ജീവൻ മുക്തി. സത്സംഗത്തെ നിസ്സംഗത്തെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് സത്സംഗത്തിന് പോയി കഴിയുമ്പോൾ അതായത് അതിനകത്തുനിന്ന് നമുക്ക് നിസ്സംഗത്വം ഉണ്ടാകും. ആ നിസ്സംഗത്തിൽ നിന്ന് നിർമോഹത്വം, ആ മോഹത്തെ മാറ്റി നമ്മൾ പിന്നെ അത് ഇത് വേണമെന്നുള്ള മനോഭാവം ഉണ്ടാക്കരുത്. പിന്നെ നിർമോഹത്തെ നമ്മുടെ മനസ്സവിടെ അടങ്ങും.
മനസ്സടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത് വേണം എന്നുള്ള ആ ഭാവം നമ്മുടെ ഉള്ളിലുണ്ടാകുകയില്ല. ആഗ്രഹങ്ങളെ വലിച്ചെറിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കയറിപ്പോരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ കയറിപ്പോരുന്ന സമയത്ത് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും മറ്റുള്ളവരിലേക്കും കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് നീങ്ങേണ്ടത്. ആ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് നമ്മളതിൻ്റെ പടവുകൾ നോക്കി വേണം മുന്നോട്ട് നീങ്ങാൻ. വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്, അമ്പലങ്ങൾ നമുക്ക് LKG ആകണം, പക്ഷേ പിന്നോ അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറണം. മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ മാത്രമേ ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യ വരാൻ നിബോധത. അവിടേക്ക് നമ്മൾ ഉത്തിഷ്ഠത, എഴുന്നേൽറ്റ് കഴിഞ്ഞാലോ ശ്രദ്ധയോടുകൂടി എഴുന്നേൽക്കണം. ഉത്തിഷ്ഠത, ജാഗ്രതയോടുകൂടി അവിടെ ഇരിക്കണം. ജാഗ്രത കഴിഞ്ഞാലോ പ്രാപ്യ വരാൻ നിബോധത, അതായത് പ്രാപിക്കേണ്ടതിനെ പ്രാപിക്കാനുള്ള ആ സ്ഥാനത്തേക്ക് നമ്മൾ ഇറങ്ങിപ്പോകാനുള്ള മനോഭാവം നമുക്കുണ്ടാകണം. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് അമ്പലം കഴിഞ്ഞ ശേഷം ഇതുപോലുള്ള സത്സംഗങ്ങളിലേക്ക് വരണം. സത്സംഗം കഴിഞ്ഞാൽ അവിടെ നിന്ന് മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരുടെ അടുക്കൽ പോയി എന്ത് ചെയ്യണം? നമ്മൾ പല ചോദ്യങ്ങൾ ചോദിച്ച് അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനോ അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വാമി നമ്മൾ ജീവിക്കേണ്ട ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് അവരോട് ചോദിച്ച് പ്രാപ്യ വരാൻ നിബോധത, ആ പ്രാപിക്കേണ്ടതിനെ പ്രാപിക്കാനുള്ള ആ ധൈര്യം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടതല്ല, വേറൊരാളല്ല ഉണ്ടാക്കേണ്ടത്. സത്സംഗത്തിന് വന്നിരുന്ന ഒരാളെ ഉള്ളെങ്കിൽ പോലും ആ സത്സംഗത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ധൈര്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഇല്ലെങ്കിൽ അവിടെ ഇരുന്ന് നാമം ജപിച്ചോണം. ആ നാമം ജപിച്ച് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് പ്രാപ്യ വരാൻ നിബോധത എന്നുള്ള ആ ഭാവത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ മഹാത്മാക്കളുടെ ഇടയിൽ മാത്രമേ നമ്മൾ ഇറങ്ങി നിന്ന് എന്തെങ്കിലും പറയാനും പഠിപ്പിക്കാനുമുള്ള സന്ദർഭം മഹാത്മാക്കളുടെ ഇടയിലുള്ളൂ. പിന്നെ എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അവനവന് വേണ്ടുന്ന നമുക്കൊരു ലക്ഷ്യപ്രാപ്തി ഉണ്ടാകണം. ആ ലക്ഷ്യം ഏക ലക്ഷ്യത്തിൽ പലയിടത്ത് പോകണം, പലയിടത്ത് നിൽക്കണം എന്നുള്ള ആ ഭാവമല്ല, ഒരിടത്ത് നിൽക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാകണം. ആ മനോഭാവം ഉണ്ടായാൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള ആ ശക്തിയും നമുക്ക് ഉണ്ടാവുള്ളൂ. ആ ശക്തിയും നമ്മൾ ആർജിച്ചെടുക്കേണ്ടതാണ്. നമ്മളിപ്പോൾ അവർ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ആ പുറകെ ഞാൻ പല പ്രാവശ്യം പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പല ഗുരുക്കന്മാരുടെ അടുക്ക പോയി മന്ത്രദീക്ഷ വാങ്ങിച്ചവരുണ്ട് നമ്മുടെ ആൾക്കാർ. പല ആൾക്കാരുടെ അടുക്കൽ ഒരാളെ കാണുമ്പോൾ അയാളാണ് ആ സമയത്തുള്ള വലിയ ആൾ ആ നാട്ടിൽ. അത് കഴിയുമ്പോൾ വേറൊരാളെ കാണുമ്പോൾ അവിടെ പോയി മന്ത്രദീക്ഷ. നിങ്ങൾ എവിടെ നിന്നായാലും ഒരിടത്തുനിന്നും മാത്രമേ മന്ത്രദീക്ഷ വാങ്ങിക്കുള്ളൂ. എല്ലാം ഒന്ന് തന്നെയാണ്. ആ ഒന്ന് തന്നെയാണെന്നുള്ള മനോഭാവം നിങ്ങളിൽ ഉണ്ടാക്കുക. പറപ്പൂരമ്മ പാടിയ ഒരു പാട്ടുണ്ട്, ഏതു മന്ത്രമായാലും ഏകമന്ത്രമായിരിക്കണം. ആ ഏകമന്ത്രത്തിൽ തന്നെ നമ്മൾ ഉറച്ചിരിക്കണം. അതിനുള്ള ഉദാഹരണമാണ് ചില ആൾക്കാർ കിണർ കുത്താൻ പോകും. കിണർ കുത്തി കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം കിട്ടിയില്ല, അടുത്ത കുഴി പിന്നെയും കുഴിക്കും. ശബരമശ്വരം അത് കൂടുതലായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്ത് ഒരു 5 കുഴി കുഴിച്ചിട്ടും വെള്ളം കിട്ടിയില്ല. അതേസമയം ഈ 5 കുഴി കുത്തിയ സമയത്ത് അവിടെ തന്നെ പിന്നെയും കുത്തുകയായിരുന്നെങ്കിൽ വെള്ളം കിട്ടിയെന്ന്. ആ മനോഭാവം ഒരു ലക്ഷ്യത്തിൽ ഒരേ ഒരു സ്ഥാനം കണ്ടുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നിന്ന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കണം. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. ഇപ്പം തന്നെ ഞാൻ പല കുഞ്ഞുങ്ങളെയും കണ്ടു, ബിടെക് പഠിച്ച് 2 വർഷം ബിടെക്കിന് പോയി കഴിഞ്ഞ ശേഷം അത് എന്നെ കൊണ്ടാകുകയില്ലമ്മ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് പിന്നെ വന്ന് അത് വേണ്ടാന്ന് വെച്ചിട്ട് അടുത്ത BBAക്ക് പോവുകയാണ്. എൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കുട്ടിയാണ്. അവനിപ്പം BBAക്ക് ഇപ്പം തീരാറായി. ഇപ്പം അടുത്ത മാസം എങ്ങാണ്ട് പരീക്ഷയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ തന്നെ ആ കുഞ്ഞിനെ ഇരുത്തി അല്ലെങ്കിൽ അവന് ട്യൂഷനോ അത് പറഞ്ഞു കൊടുക്കാനുള്ള ആളെയോ ആത്തി അവനോട് സ്നേഹമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ ഇപ്പം അവൻ ബിടെക് കഴിഞ്ഞേച്ചു വന്നേനെ. അത് പറഞ്ഞു കൊടുക്കാനുള്ള ആർജവം നമ്മുടെ അമ്മമാരിൽ ആദ്യമേ ഉണ്ടാകണം. നമ്മുടെ കുട്ടികളെ എങ്ങനെ പോകണം, എതിലേ പോകണം, ഏത് രീതിയിലാണ് മുന്നോട്ട് നീങ്ങേണ്ടതെന്നുള്ളത് നമ്മുടെ അമ്മമാർ പറഞ്ഞു കൊടുക്കാനുള്ള ആർജവം നമ്മുടെ അമ്മമാരിൽ ഉണ്ടാകണം. അത് എങ്ങനെ വേണം, കുട്ടികളെ സ്നേഹിച്ചുകൊണ്ട് വേണം അത് പറയാൻ. അല്ലാതെ കുട്ടികളോട് ദേഷ്യപ്പാടൊന്നും പാടില്ല. കുട്ടികളോട് നല്ല സ്നേഹത്തോടെ പറഞ്ഞിട്ട് അവരെ അവരുടെ വഴിക്ക് വിടാനുള്ള മനോഭാവം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകുക തന്നെ വേണം. അതുപോലെ തന്നെ കുട്ടികൾ പഠിക്കാൻ പോയാൽ കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്.
എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ വീട് വിട്ട് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. എവിടെയൊക്കെ പോയി എന്തെല്ലാം ഇന്നിപ്പോൾ ആൺകുട്ടികളെ പ്രത്യേകിച്ചും നമുക്ക് ഒരിടത്തേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവരെവിടേക്കൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ഭക്ഷിക്കുന്നതെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അവരെ ആ രീതിയിലേക്ക് വിടാനുള്ള മനോഭാവം അച്ഛനും അമ്മയ്ക്കും ഉണ്ടായി എന്ത് ചെയ്യണം? അവർ പറയുന്നത് എല്ലാം നമ്മൾ കണ്ണടച്ച് കേൾക്കുകയല്ല, അല്ലെങ്കിൽ ചെവി അടച്ച് കേൾക്കുകയല്ല വേണ്ടത്. അവരെ കൊണ്ടുപോകാനുള്ള ആ വഴിത്താര നമ്മളുണ്ടാകണം. ഈ രീതിയിലേക്ക് പോകാവുള്ളൂ. അതായത് കരയിലെ ഏറ്റവും വലിപ്പമുള്ള ജീവിയാണ് ആന. ആ കാട്ടാനയെ നാട്ടാനയായിട്ട് മെരുക്കാനായിട്ട് ഒരു മനുഷ്യന് സാധിക്കുമെങ്കിൽ തൻ്റെ കുഞ്ഞിനെ മര്യാദ പഠിപ്പിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഓരോ അമ്മയ്ക്കും സാധിക്കും. ആ സ്നേഹമസൃണമായിട്ടുള്ള ഭാവം വെടിയാതെ ആ കുഞ്ഞിനോട് നല്ല സ്നേഹത്തിൽ വർത്തമാനം പറഞ്ഞ് അവരുടെ വഴിക്ക് വിടാനുള്ള ആ ഭാവം നമ്മളിലുണ്ടായാൽ, ഓരോ അമ്മമാരിലും ഉണ്ടായാൽ, നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ വഴി മാറിപ്പോവുകയില്ല. അത് മനസ്സിലാക്കാൻ എല്ലാ അമ്മമാർക്കും സാധിക്കണം. സാധിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലമൊക്കെ മാറിപ്പോയി. കാലത്ത് ജീവിക്കാൻ എന്തും വെച്ചോണ്ട് നിങ്ങൾ വിചാരിക്കും പണ്ടത്തെ കാര്യങ്ങൾ തന്നെ ഉള്ളൂ, അത് ഇച്ചിരി പുതുക്കി എന്നുള്ളതേ ഉള്ളൂ. ആ പുതുക്കുന്നതിൻ്റെ മുമ്പിൽ നമ്മുടെ അക്ഷമരായിട്ട് നിന്ന്, ക്ഷമയോടുകൂടി നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ വഴി തെറ്റിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ ഗാർഡിയൻസും പഠിക്കുക തന്നെ വേണം. ആ പഠിച്ച് തന്നെ ഇപ്പോഴത്തെ ജീവിതം അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് അതൊന്നും പറ്റുകയല്ല നിങ്ങൾ, പക്ഷെ പറ്റുക തന്നെ ചെയ്യും. പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോകണം. അതിന് അമ്മമാർ തന്നെയാണ് വേണ്ടത്. ഇപ്പം അച്ഛനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ നോക്കിയിരിക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ അമ്മമാർ തന്നെ പറയും, എടാ നിൻ്റെ അച്ഛൻ വരട്ടെ നിന്നെ അടിക്കാൻ. ഗൾഫിൽ പോയിരിക്കുന്ന അച്ഛൻ വർഷത്തിൽ ഒന്നേ വരുള്ളൂ. ആ സമയത്തല്ല അവരെ തല്ലേണ്ടത്. എന്താണോ തെറ്റ് ചെയ്ത സമയത്ത് തന്നെ നമ്മളവരെ ശിക്ഷിക്കണം. പക്ഷേ ആ ശിക്ഷ വളരെ കൂടുതലാകരുത്, സ്നേഹമസൃണമായിട്ടുള്ള ശിക്ഷയായിരിക്കണം. ആ ശിക്ഷയിൽ കൂടെ പോയാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളൊപ്പം നിൽക്കുകയുള്ളൂ. അല്ല ഗൾഫിൽ പോയ അച്ഛൻ പോയേച്ച് വരുമ്പോൾ നിന്നെ ശിക്ഷിക്കാം അല്ലെങ്കിൽ തല്ലാമെന്ന് പറയരുത്. അവിടെ തന്നെ ഒരമ്മയ്ക്ക് വേണ്ടതായിട്ടുള്ള ആ ക്ഷമ ഉണ്ടാക്കി അവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഓരോ അമ്മമാരും ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം. അതുപോലെ പല വീടുകളിലും ഞാൻ കണ്ടിരിക്കുന്നു ഭക്ഷണ രീതി തന്നെ. 2 പിള്ളേരുണ്ട്, 4 തരത്തിലുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊന്നും നമ്മളെന്താണോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ആ ഒരു ആർജവം അമ്മമാർക്കുണ്ടാകണം. അല്ല അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് എല്ലായിടത്തെ സാധനം നല്ലതാണെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ കൈകൊണ്ടുണ്ടാക്കി അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്ത് അവരെ ആരോഗ്യവാന്മാരായിട്ട് ഇരുത്തണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു കൊടുത്ത് ആ വഴിയിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ അല്ലെങ്കിൽ വലിയ വടിയെടുത്ത് അവരെ തല്ലുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. അങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞിരിക്കുന്നു, ഭഗവാൻ എത്രയോ പ്രാവശ്യം കുട്ടികളെയാണ് നമ്മൾ നോക്കേണ്ടത്, പ്രായമായവരെയല്ല. നമ്മളിനി പ്രായമായവർ അവരോടൊക്കെ എന്തു പറയാനാണ്? ഒന്നുമില്ല. കുട്ടികളെ കൊണ്ടുവന്നിരുത്തി നമ്മൾ സത്സംഗങ്ങളിൽ ഇരുത്തി അവരെ കൊണ്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിച്ച് അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് എന്താണ് മോന് ആവശ്യമെന്നുള്ളത് കൊണ്ടുവരാനുള്ള ആ മനോഭാവം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാക്കണം. അല്ലാതെ നമ്മൾ പ്രായമുള്ളവർ വന്നിരുന്ന് സത്സംഗം കേട്ടിട്ട് കാര്യമൊന്നുമില്ല. കുഞ്ഞുങ്ങളെ കൊണ്ട് വർത്തമാനം പറയിപ്പിക്കാനായിട്ട് നമ്മളൊരു സന്ദർഭം ഉണ്ടാകണം. മോനെ നീ എന്തെല്ലാം പഠിച്ചു, നീ എന്തൊക്കെയാണ് ഇവിടെ ഞങ്ങളോട് പറയാനുള്ളത്, നീ എന്ത് ചെയ്യണമെന്നാണ്, അല്ലെ നിൻ്റെ ലക്ഷ്യം എന്താണ്? ഇപ്പോഴേ അവൻ്റെ ലക്ഷ്യവും ചോദിച്ച് അവനെ ആ ലക്ഷ്യത്തിലേക്ക് പറഞ്ഞു വിടാനുള്ള മനോഭാവം നമുക്കുണ്ടാകണം. അതല്ല ഇപ്പം തന്നെ ഇവിടെ സത്സംഗത്തിൽ ഞാൻ അവിടുന്ന് പോന്നപ്പോൾ ആലോചിച്ചു, കുട്ടികൾക്ക് എന്താണ് വേണ്ടത്? അവരെ കൊണ്ട് 2 മിനിറ്റ് സംസാരിപ്പിക്കണം, അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കണം. കുട്ടികളാരും ഇല്ല. കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അവർക്ക് ആ ഒരു സന്ദർഭം നമ്മൾ കൊടുക്കാൻ അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് വരാൻ മറ്റുള്ളവർ തയ്യാറാകണം. അപ്പം അച്ഛന്മാരൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്നു, ആ കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുവരണം. അല്ലെങ്കിൽ സ്വന്തം ഭാര്യമാരെയെങ്കിലും
കൂട്ടിക്കൊണ്ടുവരാനുള്ള ആ മനോഭാവം ഉണ്ടായാൽ അവർക്ക് അവരുടേതായിട്ടുള്ള വീർപ്പ് മുട്ടി അവർ ജീവിക്കുന്ന പല വീട്ടിലെ അമ്മമാരുണ്ട്. എന്തെങ്കിലും ആരോടെങ്കിലും പറയാനുള്ള കുടുംബ ബന്ധങ്ങൾ തന്നെ പറയാനുള്ള പല ആൾക്കാരും ഉണ്ട്. ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്, എൻ്റെ വീട്ടിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളുള്ളത് ഒന്ന് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് ആരോടെങ്കിലും തുറന്നു പറയാൻ ഒരാളില്ലാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അവരെയും നമ്മൾ കൂടുതലായിട്ട് ഈ സത്സംഗങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതുകൊണ്ട് അവരെയും കൂട്ടി നമ്മൾ കൊണ്ടുപോവുക തന്നെ വേണം. അവരെയും കൂടെ എൻ്റെ ഒരു അപേക്ഷയാണ് സ്വാമിജിയോട്. അവരെയും കൂടെ കൊണ്ടുവന്ന് അവരുടെ കാര്യങ്ങളും കൂടെ ചോദിച്ച്, അതായത് അതും കൂടെ സത്സംഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ അമ്മമാരെയും പ്രായമുള്ളവരെയല്ല, അമ്മമാരെയും ഇപ്പോഴത്തെ ചെറുപ്പക്കാരി പെൺകുട്ടികളുണ്ട്, അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ, ഒരു 20 വയസ്സിന് ഇടയിലുള്ള കുട്ടികൾ, അവരോടും കാര്യങ്ങൾ പറഞ്ഞ്, അതുപോലെ തന്നെ അവരുടെ കോളേജ് ജീവിതം എങ്ങനെയാണെന്നും അതെങ്ങനെയൊക്കെ പോകുന്നെന്നും ഒക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അവരെയും കൂടെ ആധ്യാത്മികമായിട്ടുള്ള കാര്യത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരാനുള്ള ആ മനോഭാവം നമ്മളിലുണ്ടാകണമെന്നുള്ളത്. ഇനി കൂടുതൽ സമയമൊന്നും സ്വാമിജിക്ക് എവിടെയോ പോകാനുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കുന്നു. ഇനി എപ്പോഴെങ്കിലും നമുക്ക് കാണാം. പിന്നെ സ്വാമിജി പോകാനിങ്ങനെ മുള്ളയിലിരിക്കുന്ന പോലാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ആയിക്കോട്ടെ, ഇനി എപ്പോഴെങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കാണാം. ഇടയ്ക്കൊക്കെ വരാം. ഞാൻ എപ്പോഴും പിള്ളേരെയാണ് ബേസ് ചെയ്യുന്നത്. എന്നാന്ന് വെച്ചാൽ അവരാണ് ഇനിയും വേണ്ടത് നമുക്ക്. പ്രായമുള്ളവരൊക്കെ അവർക്കൊക്കെ അറിയാം, അവരൊക്കെ നമ്മുടെ ഗുരുക്കന്മാരാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇവരൊക്കെ എൻ്റെ ഗുരുക്കന്മാരായി. അവർക്ക് ഈ ആശ്രമത്തിൽ വന്ന് കയറാനുള്ള സന്ദർഭമെങ്കിലും ഉണ്ടായത് വലിയ അത് തന്നെയല്ല. 2 മഹാത്മാക്കളാണ് ഇവിടെ കുത്തിയിരിക്കുന്നത്. ആ മഹാത്മാക്കളുടെ ഇടയിൽ നമ്മൾ എന്തു പറയാനാണ്? ഒന്നും വേണ്ട. രാമകൃഷ്ണ പരമഹംസരുടെ വചനാമൃതം മാത്രം വായിച്ചാൽ മതി. ഗീതയും രാമായണവും ഭാഗവതവും ഭാരതവും നാരായണിയും ഒന്നും പഠിക്കണ്ട, എല്ലാം അതിനകത്ത് തന്നെയുണ്ട്. അത് പഠിക്കാനുള്ള മനോഭാവം നമ്മളിൽ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സ്വാമിജിമാരുടെ ലക്ഷ്യമായിട്ട് കാണേണ്ടത്. കുഞ്ഞുങ്ങളെയാണ് പിടികൂടേണ്ടത്. അതുകൊണ്ട് സ്വാമിജി ആയിക്കോട്ടെ. ചെയ്തോളൂ, അവിടെ തന്നെ